Good evening, everyone. Welcome to today's webinar. വീട് പണിയാൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പൈസ സേവ് ചെയ്യാനും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഞങ്ങൾ ഇതുപോലുള്ള വെബിനാറുകൾ സംഘടിപ്പിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കൺഫ്യൂഷൻസ് ഇല്ലാതെ വീട് പണി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നിങ്ങളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇന്ന് നമ്മുടെ ഈ മിഷനോട് ഭാഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വീട് നിർമ്മാണത്തിന് 10 വാസ്തു സീക്രട്സ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഇത് നമുക്ക് ഇന്ന് സ്പീക്കറായിട്ട് ലഭിച്ചിരിക്കുന്നത് ശരവണൻ എസ് നായർ സാറിനെയാണ്. സാറിന് കഴിഞ്ഞ 10 വർഷമായിട്ട് വാസ്തു കൺസൾട്ടിംഗ് ആൻഡ് AI സ്പേസ് ഒപ്റ്റിമൈസേഷൻ എന്ന രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. സാർ 1000-ലധികം ഹോം ഓണേഴ്സിനെ ഈ വാസ്തുവിൽ ഗൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലൊരു സ്പീക്കർ തന്നെയാണ് സാറ്. സോ ഇന്ന് നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, എന്റെ സൗണ്ട് ക്ലിയർ ആണോ? യെസ്, ചാറ്റിലൂടെ പറയാമോ? എല്ലാരും ചാറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? യെസ് 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 ഓക്കെ. യെസ്, അപ്പം ചാറ്റിലൂടെ ഒന്ന് സംസാരിക്കുക. ഇടയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഫ്ലോ തെറ്റുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് എന്നെ കണ്ടുള്ള ആൾക്കാരാങ്ങളുണ്ടോ? ഫസ്റ്റ് ടൈം അങ്ങനെ ഒന്ന് FT ഒന്ന് ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് എന്നെ കണ്ട ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് മിക്ക ആൾക്കാരും പരിചയമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഫസ്റ്റ് കാണുന്ന ജസ്റ്റ് FT ഒന്ന് ടൈപ്പ് ചെയ്യാം. അതെന്താ അറിയാണ്ടാണ്. യെസ്, ഫസ്റ്റ് ടൈം ഓൾറെഡി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം അറിയാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം. ഓക്കെ, യെസ്. നമുക്ക് ആകെ ഇന്ന് 10 ടോപ്പിക്കുകളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ സാധാരണ വാസ്തു എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ വന്നേക്കുന്നത് വാസ്തുവിന്റെ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഹലോ, ഇത് ബാക്കിയുള്ളവർക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? സാർ ക്ലിയർ ആണ് എനിക്ക് തോന്നുന്നു. സാറിന് ആർക്കായിരുന്നു അത്? ബാക്കിയുള്ളവരെ മ്യൂട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ. ഓക്കെ സാർ, ഇതുവരെ സൗണ്ടിനൊന്നും കുഴപ്പമില്ല. ആർക്കെങ്കിലും ഇത് പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. മൊത്തത്തിൽ ആർക്കും തന്നെ പ്രശ്നം ഇല്ലാതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനത് പറയാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്ലാസ്സിന്റെ ഇതിലേക്ക് ഡിസ്റ്റർബൻസിന്റെ കാര്യങ്ങളിലേക്ക് വരും. സാർ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും കേൾക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തോ ഒരു പ്രശ്നം വന്നതാണ്. അപ്പൊ അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. അവിടെ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഹോസ്റ്റിനെ മാത്രമാക്കാതിട്ട് അവസാന സമയമാകുമ്പോൾ അൺമ്യൂട്ട്, ലൈവ് ചെയ്യുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല? അത് മതി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കി ആർക്കെങ്കിലും കേൾക്കാൻ വയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. ശരി, ഒന്ന് ഹോസ്റ്റ് ഒന്ന് ചെയ്തേ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്നേക്കാൾ നല്ല നോളജ് ഉള്ള വാസ്തു കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഈ പറയാൻ പോകുന്നത് ഞാൻ ഇതുവരെ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് 2 രീതിയിൽ ഈ ക്ലാസ് എടുക്കാം. സാർ മ്യൂട്ടായി പോയിട്ടുണ്ട് സാറിന്റെ. ഒന്നുകൂടെ. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല്, ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ നിയമങ്ങൾ പഠിക്കാം. ആ കാലഘട്ടത്തിൽ വെച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് പോകാം. രണ്ടാമത്തെ വെച്ചാല് ഈ നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് എന്റെ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് 10 സീക്രട്ടിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ സീക്രട്ട് എന്താണെന്നുള്ളത് ഫസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഫസ്റ്റിലത്തെ 10 പോയിന്റുകൾ പറയാം. എന്നിട്ട് ഓരോ പോയിന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയണോ, അതോ ഓരോ പോയിന്റ് കഴിയുമ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകണം? എങ്ങനെ വേണം നിങ്ങൾക്ക്? ഫസ്റ്റ് എന്തൊക്കെ 10 പോയിന്റുകളാണെന്ന് അറിയണം ആദ്യമേ? എങ്ങനെ വേണം? എങ്ങനെയാണെങ്കിലും പറയാം. ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പോയിന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പൊ ഏറ്റവും മാക്സിമം വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ട രീതിയിൽ ഞാൻ ശ്രമിക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് 10 പോയിന്റ്സ്. ഓക്കെ, ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈഡിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ദിശ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
എന്തുകൊണ്ടാണ് ദിശയ്ക്ക് ഇമ്പോർട്ടന്റ് വരുന്നത്, എന്തിനാണ് വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുന്നത്, അതുള്ള കാര്യങ്ങളെ പറ്റി ആയിരിക്കും നമ്മൾ ഫസ്റ്റത്തെ പോയിന്റിനെ പറ്റി പറയാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മളൊരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു സ്ഥലത്തിന് ഒരു ഉയർച്ച താഴ്ചകളുണ്ട്. അപ്പൊ എങ്ങനെയുള്ള ഉയർച്ച താഴ്ചകളാണ് നല്ലത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉയർച്ച താഴ്ചകൾ ഈ നല്ലതും ചീത്തയും പറയാനുള്ള കാരണം എന്താണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പോയിന്റ് കഴിഞ്ഞാൽ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ നമ്മൾ സങ്കല്പമുണ്ട് അല്ലെ. അപ്പൊ എല്ലാ പ്ലോട്ടിലും ഇതേപോലെ ഈ കയ്യും കാലും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ടോ, അങ്ങനെ പറയാനുള്ള കാരണം എന്താ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി നോക്കേണ്ടത്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വീട് നിർമ്മിക്കാൻ നേരത്ത് അതിന് സ്ഥാനം എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് കിഴക്കോട്ട് ആണോ മുറ്റം കൂടുതൽ വേണ്ട, വടക്കോട്ടാണോ തെക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ, അപ്പൊ അങ്ങനെ എന്തിലേക്കാണ് നമുക്ക് സ്ഥാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മുറികളുടെ പൊസിഷനിലേക്കും കാര്യങ്ങളിലേക്ക് വേണം. അപ്പൊ അടുക്കളയ്ക്ക് നമ്മൾ എവിടെയാണ് കൊടുക്കാൻ പറ്റുന്നത്, അടുക്കളയ്ക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണം നമ്മൾ കുക്ക് ചെയ്യേണ്ടത്, അതിന്റെ എന്തുകൊണ്ടാണ് അടുക്കള അങ്ങോട്ട് കുക്ക് ചെയ്യണം എന്ന് പറയാനുള്ള കാരണങ്ങൾ, അതുള്ള കാര്യങ്ങൾ. അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കുന്ന ഉറങ്ങും നമ്മുടെ ബെഡിന്റെ പൊസിഷൻ എവിടെയാണ്, നമ്മുടെ ബെഡ്റൂമിന്റെ പൊസിഷൻ എവിടെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ തന്നെ നമ്മളിപ്പോ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ ചെയ്യാനായിട്ട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്. അത് സ്റ്റെയർ കേസിന്റെ സ്ഥാനം, സ്റ്റെയർ കേസ് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എന്തിനാണ് ഈ ലാഭനഷ്ടം കാര്യങ്ങളൊക്കെ വരുന്നത്, അതുള്ള കാര്യങ്ങളെ പറ്റി സ്റ്റെയർ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അത് കഴിയുമ്പോഴത്തേക്കും വരുന്നത് ടോയ്ലറ്റ്, സെപ്റ്റി ടാങ്ക്. ടോയ്ലറ്റ് എവിടെയൊക്കെ കൊടുക്കാം, എന്തുകൊണ്ടാണ് എവിടെ എടുത്ത് കൊടുക്കാൻ പാടില്ല, സെപ്റ്റി ടാങ്ക് എവിടെ കൊടുക്കാം, എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല, അതുള്ള കാര്യങ്ങൾ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുറികളുടെയും വീടിന്റെ ഔട്ടറളവ് ക്രമീകരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിണർ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ 10 പോയിന്റിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ എത്ര പോയിന്റ് കംപ്ലീറ്റ് ഈ സമയം കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിരിക്കും. അപ്പൊ ഞാൻ എങ്ങാനും കൂടുതൽ പോയിന്റിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മോഡറേറ്റ് ഒന്ന് വെക്കാം. നമുക്ക് എത്ര മണി വരെ ഉണ്ട് ഇതിന് ടൈം പോയിന്റുകൾ സംസാരിക്കാനായിട്ട്? സർ 7:40 8 o'clock വരെ സാധനം സംസാരിക്കാം. അത് കഴിഞ്ഞ് അരമണിക്കൂർ നമുക്ക് Q&A സെഷൻ. ശരി, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ നമുക്ക് ഫസ്റ്റിലത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ക്ലിയർ? എല്ലാവരും റെഡി ആണല്ലോ? 10 പോയിന്റും പഠിക്കാൻ റെഡി ആണല്ലോ? റെഡി? എല്ലാം റെഡി എന്ന് ടൈപ്പ് ചെയ്തോ? ഓക്കെ, ശരി. അപ്പൊ ശരിക്കും നമ്മള് ദിശ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ദിശ എന്ന് പറയാൻ കാര്യം, എന്തിനാണ് നമ്മൾ ദിശയിലേക്ക് ഇത്ര ഇമ്പോർട്ടൻസ് പറയാൻ കാര്യം, ആദ്യം തന്നെ ദിശ നോക്കി എടുക്കണം എന്ന് പറയാൻ കാര്യം എന്താ, ദിശയുടെ കാര്യം എന്താ? അപ്പൊ നമുക്കതിനെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ നമ്മൾ സഞ്ചരിക്കുമ്പോഴത്തേക്കും നമ്മൾ അത് കൃത്യമായിട്ട് ദിശയ്ക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ദിശയുടേതായ രീതിയിലുള്ള ഒരു എനർജിയും കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വാസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് ഉണ്ടാക്കുന്നു, നമ്മൾ വെള്ളം അടിച്ച് മുകളിൽ കയറുന്നു, അങ്ങനെയുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ള ശാസ്ത്രമോ കാര്യങ്ങളൊന്നും അല്ല. അത് ആ കാലഘട്ടത്തിലെ നിയമങ്ങളും ആ കാലഘട്ടത്തിൽ നമുക്ക് അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ കുലത്തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ. അപ്പൊ ആദ്യത്തെ വാസ്തുവിന്റെ നിയമങ്ങളെല്ലാം പറയുന്നത് സയൻസും, രണ്ടാമത് പറയുന്നത് മൊത്തം അന്ധവിശ്വാസങ്ങളുമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അന്ധവിശ്വാസത്തിന് പുറകെ നിങ്ങൾ ആരും പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ചെറിയ വാസ്തുവിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് ഇടിക്കുക, പൊളിക്കുക, മാറ്റുക ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫസ്റ്റിലെ തന്നെ ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ കൺസെപ്റ്റിലേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ദിശ കണ്ടുപിടിക്കുന്നത്. നമുക്ക് പല ആളുകൾക്കും അറിയാം, പണ്ട് നമ്മൾ TV കണ്ടോണ്ടിരുന്നത് അങ്ങനെയല്ലേ, ഹാൻഡിനെ ഇങ്ങനെ തിരിച്ച് ഒരു പ്രത്യേക പൊസിഷൻ എത്തുമ്പോഴായിരുന്നു നമുക്ക് TV കണ്ടോണ്ടിരുന്നത്. അപ്പം നമുക്ക് ഹാൻഡിനെ എങ്ങനെ വെച്ചാലും TV വിട്ടുമല്ലോ, നമുക്കൊരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അറിയത്തില്ലെങ്കിലും ഓരോ ദിശയിൽ നിന്നും വരുന്ന എനർജിയും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇതേപോലെ വാസ്തു മണ്ഡലം എന്നുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറഞ്ഞത്. അപ്പൊ എന്തിനായിരിക്കാം വാസ്തു മണ്ഡലം എന്ന് പറയുന്ന സാധനം ക്രമീകരിക്കാനായിട്ട് പണ്ട് കാലങ്ങളിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമുക്ക് ഇന്നത്തെ പോലെ വടക്ക് നോക്കി യന്ത്രോ കാര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. അന്ന് നിഴല് വെച്ചായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ സ്ഥപതി എന്ന് പറഞ്ഞ ആൾ വന്നു കഴിഞ്ഞാൽ, ആ സ്ഥപതിയായിട്ടുള്ള ആൾ വന്ന് കൃത്യമാക്കിയിട്ട് അവിടെ കൃത്യമായിട്ട് ആ 4 സൈഡിലും കൃത്യമായിട്ട് ഒരു വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞ് ക്രമീകരിച്ചു കഴിഞ്ഞാൽ, ആ വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്നതിന് ഒരു അളവുണ്ട്. എങ്ങനെയാണെന്നറിയോ? കോലിന്റെ മൾട്ടിപ്പിളായിട്ട് അളവെന്നാണ്. കോൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന 72 സെന്റിമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് എടുക്കുന്നത്. ആ 72ന്റെ മൾട്ടിപ്പിളായിട്ടുള്ള അളവുകളോട് എടുക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, അതുകൊണ്ട് ഞാൻ സ്ക്രീൻ കൂടെ ഷെയർ കാണിച്ചു തരാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലേ? ഞാൻ വൈറ്റ് ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം സർ. ഓക്കെ,
അതായത് ഇപ്പൊ നമ്മളിപ്പോ വാസ്തുമണ്ഡലം എന്ന് പറയുന്ന ദിശയ്ക്ക് അനുസരിച്ച് എടുക്കുന്നത് ഇതൊരു കോലിന്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ 72ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവുകൾ വേണം ഇവിടെ എടുക്കാന്നാ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പൊ നമുക്ക് ടേപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 10 മീറ്റർ 20 മീറ്റർ 50 മീറ്റർ 100 മീറ്റർ ടേപ്പ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അതേപോലത്തെ ടേപ്പ് ഇല്ലായിരുന്നു. അന്നുണ്ടായിരുന്നത് ഈ കോൽക്കണക്കിലുള്ള മുഴക്കോലായിരുന്നു. അപ്പം നമുക്ക് കുട്ടിയും കോലും കളിക്കുന്നത് പോലെ നമ്മൾ ഇതേപോലെ കോൽക്കണക്കിലുള്ള സാധനങ്ങൾ അളവെടുത്തിട്ടായിരുന്നു പണ്ട് എടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഒരു പ്ലോട്ട് എടുത്തു. ആ പ്ലോട്ട് എടുക്കാൻ നേരത്ത് വാസ്തുവിന്റെ നിയമപ്രകാരം കോലിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാൻ നിങ്ങൾ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു 30 സെന്റിമീറ്റർ വരെ 60 സെന്റിമീറ്റർ മിച്ചം വന്നെന്ന് വിചാരിച്ചു. അപ്പൊ കോലിന്റെ മൾട്ടിപ്പിൾ അല്ല എന്നും പറഞ്ഞ് ഈ ഒരു 60 സെന്റിമീറ്റർ കളയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായത്? ആ വാസ്തുപ്രകാരം ശരിയാണ്, കോലിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവെടുക്കണതാണ് നല്ലത്, കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഏറ്റവും നല്ലതാണ്. പക്ഷെ ഇവിടെ ഒരു 30 സെന്റിമീറ്റർ 60 സെന്റിമീറ്റർ നമുക്ക് എക്സ്ട്രാ വന്നു. 60 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ആ ഒരു നിയമത്തിന്റെ പേരിൽ നമ്മൾ എടുത്ത് കളയേണ്ട അത്രയും സ്ഥലം നമ്മൾ അനാവശ്യമായിട്ട് കളയേണ്ട എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അളവെടുത്തുകൊണ്ടിരുന്നത് കോലിന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ലോജിക്ക് ക്ലിയർ ആയോ? ഈ രീതിയിൽ വേണം നമ്മൾ വാസ്തുവിനെ കാണാനായിട്ട്. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ വാസ്തുമണ്ഡലം ക്രമീകരിക്കണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ നമ്മൾ വാസ്തുമണ്ഡലം ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥപതി വന്ന് കൃത്യമായിട്ട് 4 സ്ഥലത്തുള്ള വാസ്തുമണ്ഡലം കാര്യങ്ങൾ ക്രമീകരിച്ചു കുറ്റിയൊക്കെ അടിച്ചു അദ്ദേഹം പോകാൻ വെച്ചു. ഈ കുറ്റിയും കാര്യങ്ങളും അത് പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ വാസ്തുമണ്ഡലം ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചരട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പാരലുമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടുന്ന് പാരലുമായിട്ട് എടുക്കാൻ പറ്റും. ഇവിടുന്ന് അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ വീട് ആ ദിശയ്ക്ക് അനുസരിച്ച് തന്നെ വീഴും. അങ്ങനെ നമ്മുടെ ദിശയ്ക്ക് അനുസരിച്ച് വീണ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കിടന്നുറങ്ങണം എങ്ങനെയാവും? ദിശയ്ക്ക് അനുസരിച്ചാവും. നമ്മൾ ഭക്ഷണം പാകം ചെയ്യണം എങ്ങനെയാവും? ദിശയ്ക്ക് അനുസരിച്ചാവും. നമ്മൾ പഠിക്കുന്ന എങ്ങനെയായിരിക്കും? ദിശയ്ക്ക് അനുസരിച്ച്. അങ്ങനെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദിശയ്ക്ക് അനുകൂലമാവുകയും നമുക്ക് ദിശയുടേതായിട്ടുള്ള എനർജി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ വാസ്തു മണ്ഡലം എന്ന് പറയുന്നത്. ദിശയ്ക്കനുസരിച്ച് ചതുരത്തിലോ സമയതരത്തിലോ ദീർഘചതുരത്തിലോ കോലിന് മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? എന്തിനാണ് വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്നതെന്നും അതിന് വലിയ സയൻസ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യാൻ നേരത്തെ 60 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ മാറിയെന്ന് പറഞ്ഞത് അത് കോലിന് മൾട്ടിപ്പിൾ അല്ല എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന് മാറേണ്ട കാര്യമില്ല. അത്രയും സ്ഥലം നമുക്ക് എടുക്കുന്നതിനകത്ത് വിഷയമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വാസ്തുമണ്ഡലം എന്നുള്ളതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ സമയം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞ് ചെയ്യാനുള്ളതിന്റെ 3 റീസൺസ് പറയാം. എല്ലാത്തിനും പറയാൻ പറ്റുന്ന പറഞ്ഞില്ല. ഇത് നമുക്ക് ഫസ്റ്റിലത്തെ കേസാണ് നമുക്ക് പറയാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തിനാണ് വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏക്കർ അടങ്ങുന്ന ഇപ്പൊ നമുക്കൊരു കുളം ഉണ്ടെന്ന് വിചാരിച്ചു. ആ കുളത്തിന്റെ അകത്തുള്ള എനർജി പോയിന്റ് ഓഫ് വ്യൂ അവർ പറയുന്ന കാര്യമായിട്ട് പറഞ്ഞത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്റെ ഗുരുക്കന്മാരും പുസ്തകങ്ങളിലും ടെക്സ്റ്റ് ബുക്കുകളിലും എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കുകയും പഠിപ്പിക്കുകയും ഡിസ്കസും ചെയ്യുന്ന അതിന്റെയും കൂടെ ഉള്ള എനർജി കൂടെ ചേർത്തിട്ട് പറഞ്ഞു. അപ്പൊ എന്റെ മാത്രമല്ല ഞാൻ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻ കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എല്ലാം എന്റെ ക്രെഡിറ്റ് അല്ല ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതിന് അറിഞ്ഞാൽ ഒരു എനർജി പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം എടുത്തു കഴിഞ്ഞാൽ കുളത്തിന്റെ അകത്ത് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം എടുത്ത് നമ്മളൊരു അക്വേറിയത്തിൽ കൊണ്ടിട്ടിട്ട് 1 രൂപ നാണയം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ രണ്ടിലും ഉണ്ടാകുന്ന വേവ്സ് വ്യത്യസ്തമായിരിക്കും. അല്ലെ? അങ്ങനെയാണല്ലോ. ഒരേ വേവ് ആയിരിക്കും, ഒരേ ഡെൻസിറ്റി ഉള്ള വെള്ളമാണ്, ഒരേ 1 രൂപ നാണയം വെയിറ്റ് ആണെന്ന് പറഞ്ഞാലും അതിന്റെ അകത്തുനിന്ന് ആ ബൗണ്ടറി മാറുമ്പോഴത്തേക്ക് അതിന്റെ അകത്തുള്ള വേവ്സ് വ്യത്യാസമാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്ലോട്ടിന്റെ അകത്തും ഒത്തിരി വലിയ പ്ലോട്ടും ഒത്തിരി ചെറിയ പ്ലോട്ടും ആകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എനർജിക്ക് വേരിയേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എനർജി പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ പറഞ്ഞ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ അച്ഛൻ നല്ല സാമ്പത്തികമുള്ള അച്ഛൻ എന്നിട്ട് പറയും മോനെ നീ ഇവിടെ വീട് വെച്ചോളാൻ പറയും. മോനെ നീ ഇവിടെ വീട് വെച്ചോളാൻ പറയും. അച്ഛൻ കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവിടെ മക്കളെയാവും. അന്നേരത്തേക്കും ഇവര് തമ്മിൽ വഴക്കാവും. അപ്പോഴത്തേക്കും അച്ഛൻ ബുദ്ധിമാനായ അച്ഛനായി എന്ത് പറഞ്ഞു? മോനെ നീ വീട് വെക്കാൻ നേരത്ത് ഇവിടെ 4 സ്ഥലവും തിരിച്ചിട്ട് ക്രമീകരിച്ചിട്ട് വേണം നീ ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പൊ എന്താ പിന്നെ നമ്മുടെ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഈ അതിർത്തി തർക്കമോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് വാസ്തുമണ്ഡലം ക്രമീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിർത്തി തർക്കം ഉണ്ടാകും എന്ന് പഴമക്കാർ പറഞ്ഞതിന്റെ അർത്ഥം. വെച്ചാൽ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ സ്ഥലം എന്റെയാണ് ഈ സ്ഥലം എന്റെയാണെന്നും പറഞ്ഞ് വഴക്കം ബഹളം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തുമണ്ഡലം ക്രമീകരിക്കുക. വാസ്തുമണ്ഡലം ക്രമീകരിച്ചില്ലെങ്കിൽ അത് അതിർത്തി തർക്കത്തിനിടയാകും എന്നുള്ള നിയമം വരാനുള്ള കാരണം. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ നിയമം വന്നുള്ള ഈ നിയമം ഇപ്പൊ ഫസ്റ്റിലത്തെ പറഞ്ഞത് സത്യ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിശയ്ക്കനുസരിച്ച് ക്രമീകരിക്കണം അല്ലെ ഇത് പറയുന്നത് അത് കറക്റ്റാ. രണ്ടാമത് പറയുന്ന ഈ അന്ധവിശ്വാസം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ളതാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ സെക്കൻഡ് പോയിന്റിൽ വാസ്തുവിനെ നിങ്ങൾ കാണരുത്. അതുകൊണ്ടാണ് പല ആൾക്കാരും വാസ്തുവിനെ എതിരായിട്ട് പറയുന്നതും കാര്യങ്ങളും. അപ്പൊ നമ്മൾ അതിലേക്ക് പോകണ്ട, നമുക്ക് ഫസ്റ്റിലത്തെ കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആണ്? ക്ലിയർ ടൈപ്പ് ചെയ്തോ എല്ലാരും? ക്ലിയർ എല്ലാരും?
യെസ്. അടുത്ത നമുക്ക് ഉയർച്ച താഴ്ചകളിലേക്ക് നോക്കാം. എന്താണ്, നമ്മളൊരു പ്ലോട്ടിൽ പോയി, ആ പ്ലോട്ടിൽ പോയപ്പോഴത്തേക്ക് ദിശയ്ക്കനുസരിച്ച് നമ്മൾ വാസ്തുമണ്ഡലം എടുക്കാൻ കൃത്യമായിട്ടുള്ള ദിശയ്ക്കനുസരിച്ചുള്ള പ്ലോട്ടാണ്, എല്ലാം ഓക്കെയാണ്. അതിനകത്ത് നമ്മൾ ഉയർച്ച താഴ്ചകൾ അടുത്ത് നോക്കണം. അപ്പൊ ഉയർച്ച താഴ്ചകൾ നോക്കാൻ നേരത്ത് നമുക്ക് പറഞ്ഞ എന്താ, നമ്മളിപ്പോ ഇത് കിഴക്ക്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് വടക്കാണെങ്കിൽ നമ്മൾ വടക്കോട്ട് താഴ്ചയുള്ള ഭൂമി, അല്ലെങ്കിൽ കിഴക്കോട്ട് താഴ്ചയുള്ള ഭൂമി, അല്ലെ വടക്കിഴക്കോട്ട് താഴ്ചയുള്ള ഭൂമി നല്ല ഭൂമി എന്ന ലക്ഷണത്തിലാണ് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഈ കിഴക്കാണ് നമുക്ക് സൂര്യപ്രകാശം വരുന്നത്, അല്ലെ? ചന്ദ്രാദി നക്ഷത്രങ്ങളുടെ ആ എനർജി സ്റ്റാർട്ട് ചെയ്യുന്നത് വടക്കുന്നാണ്. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ള എനർജി നമ്മൾ കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്തെ താന്നിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ എനർജി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉയർന്നായിരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഇങ്ങോട്ടുള്ള നിഴലായിരിക്കും കൂടുതൽ വരുന്നത്, അല്ലെ? അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടുന്ന് വരാൻ നേരത്ത് നിഴലിന്റെ അളവായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വടക്കോട്ട് താഴ്ച അല്ലെങ്കിൽ കിഴക്കോട്ട് താഴ്ചയുള്ള രീതിയിൽ വേണം ക്രമീകരിക്കാൻ പറഞ്ഞതിന്റെ ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ കിണർ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന കിണർ എവിടെ ആയിരിക്കും, ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ കിണർ കൊടുക്കണം, അല്ലെ? അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഭാഗത്തായിരിക്കും. അപ്പൊ നമ്മൾ തെക്കും പടിഞ്ഞാറും ഉയർന്നിട്ട് വടക്കും കിഴക്കോട്ടും താഴ്ചയുള്ള ഭൂമിയിലേക്ക് അവിടെ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ട് പോകും? മഴവെള്ളം കൃത്യമായിട്ട് ഈ കിണറിലെ ഇതിലേക്ക് വരും. അപ്പൊ നമുക്ക് 365 ദിവസം വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് വരുന്ന നമ്മുടെ ആ പ്ലോട്ടിൽ വരുന്ന വെള്ളം എല്ലാം അങ്ങോട്ട് വരണം, നേരെ സംഭരിച്ച് ഇതിലേക്ക് സ്ലോപ്പിലേക്ക് വന്ന് വിടണം. അപ്പം ആ ഒരു മഴവെള്ളം വരുന്ന രീതിയിലേക്കുള്ള ആ ഒരു ചെറിയ സ്ലോപ്പ് കിട്ടിയാൽ മതി എന്നുള്ള തന്നെയാണ് അർത്ഥം. നമ്മുടെ അടുക്കള എവിടെയാ വന്നോണ്ടിരുന്നത്? ഈ വടക്കിഴക്കല്ലായിരുന്നോ? ആ വടക്കിഴക്കെന്നല്ല നമ്മൾ കോരിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഈ ഉയർച്ച താഴ്ചകളും ഈ സ്ഥാനങ്ങളും അതും എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് ആ കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പൊ നമ്മളിപ്പം വടക്കോട്ടോ കിഴക്കോട്ടോ താഴ്ചയുള്ള ഭൂമിയാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പോർട്ടിന്റെ അകത്ത് വടക്കോട്ടോ കിഴക്കോട്ടോ ഉള്ള രീതിയിലേക്ക് നമ്മൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് വാസ്തുപുരുഷന് മഹാമർമ്മങ്ങള് ഗ്രഹമതി സൂത്രം. അതായത് ഒരു പ്ലോട്ടിനകത്ത് ഇതേപോലെ ആളുകൾ കിടക്കുന്നുണ്ടോ, വാസ്തുപുരുഷൻ എന്നുള്ള ആള് കയ്യും കാലും ഉള്ള ഒരാൾ കിടക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്താൽ മതി. അതിനുള്ള കാരണം എന്ന് വെച്ചാല് വാസ്തുപുരുഷ സങ്കല്പം എന്ന് തന്നെയാണ് പറഞ്ഞേക്കണം. പക്ഷെ ഇപ്പൊ പല ആൾക്കാരും വാസ്തുപുരുഷൻ എന്നുള്ളതിന് അങ്ങനെയുള്ള ആളുണ്ടെന്നും അദ്ദേഹത്തിന് കൈയുണ്ടെന്നും കാലുണ്ടെന്നും തലയുണ്ടെന്നും അവിടെ തലയിൽ അവിടെ ചെയ്യാൻ പാടില്ല, വടക്കിഴക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും പേടിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ വാസ്തുപുരുഷൻ എന്ന് ഒരാളെ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാല്, ഇപ്പൊ ഞാനൊരു കാര്യം പറയാണ്, ഞാൻ നിങ്ങളൊരു പേപ്പർ എടുത്തു, ഓക്കെ? ആ പേപ്പർ എടുത്തിട്ട് ഞാൻ നിങ്ങളോട് ഒരു 10 15 ആയിട്ട് ഞാൻ കീറി, എന്നിട്ട് നിങ്ങളോട് ഞാൻ യോജിപ്പിക്കാൻ പറയുന്നു, ഓക്കെ? അതേ സ്ഥാനത്ത് ഈ 15 പേപ്പറിന്റെ പുറകിൽ ഞാൻ ഇന്ത്യയുടെ പടം വരച്ചു, എന്നിട്ട് ഞാൻ നിങ്ങളോട് കീറിയിട്ടാ കൊടുക്കണമെങ്കിലോ? ഇന്ത്യയെ കീറാന്നല്ല. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് യോജിപ്പിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അറിയാം കേരളത്തിന്റെ സ്ഥാനം എവിടെയാണ്, കാശ്മീരിന്റെ സ്ഥാനം എവിടെയാണ്, ബംഗാളിന്റെ സ്ഥാനം എവിടെയാണ്, എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് യോജിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ ചെറിയ പേപ്പറിന്റെ സ്ഥാനത്ത് ഒരു വലിയ പേപ്പറും ഇതേപോലെ കീറിയിട്ട് ഇന്ത്യയുടെ പടം വരച്ചിട്ട് കൊടുക്കണമെങ്കിലോ? അപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? ഒരു ക്വസ്റ്റ്യൻ, ഇവിടുത്തെ കേരളത്തിന്റെ സ്ഥാനവും ഇവിടുത്തെ കേരളത്തിന്റെ സ്ഥാനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ട് സെയിം അല്ലേ സ്ഥാനത്തിന്റെ ബേസിൽ? കാരണം ഇന്ത്യയുടെ പടം വെച്ച് കഴിഞ്ഞാൽ എവിടെയാണെന്നുള്ള സ്ഥാനം സെയിം തന്നെയാണ്. പ്ലോട്ട് ചെറുതോ വലുതോ ആണെങ്കിലും സ്ഥാനങ്ങൾ മാറുന്നില്ല. അപ്പൊ സ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സാധനം നമുക്ക് അവിടെ ഡ്രോയിങ് കാണും. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന കൈയുള്ള കാലുള്ള അങ്ങനത്തെ ഉള്ള ഒരാളുണ്ടെന്നുള്ള രീതിയിലേക്ക് ഒരു പ്ലോട്ടിനകത്ത് ഒരു പ്ലോട്ടിന്റെ അകത്തും ഒരാളും കിടക്കുന്നില്ല. ഒരു പ്ലോട്ടിന്റെ അകത്തും ഒരാളും കിടക്കുന്നില്ല. പക്ഷേ ആ പ്ലോട്ടിന്റെ അകത്തുള്ള കുറച്ച് എനർജി പോയിന്റുകളുണ്ട്. ആ ഒരു എനർജി പോയിന്റുകൾ നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഷയിലുള്ള ഓരോരോ കാര്യങ്ങളുമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കൃത്യമായിട്ട് അവിടെ നമുക്ക് പോയിന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് പറഞ്ഞതിനർത്ഥം. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ ആൾ കിടക്കുന്നില്ല. വാസ്തുപുരുഷൻ എന്ന് പറയാൻ കാരണം നമുക്കറിയത്തില്ല. ഇപ്പൊ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ ഏതൊക്കെ പോയിന്റ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇതേപോലെ ഒരു പ്ലോട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഇന്ത്യ ഉണ്ട്, ഇന്ത്യയുടെ പടമാണ്, ഇന്ത്യയുടെ പടത്തിനകത്ത് കേരളത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 100 പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, അല്ലെ? അതേ സ്ഥാനത്ത് അങ്ങനെ നമുക്ക് പണ്ട് ഇന്ത്യയുടെ പടം വയ്ക്കാനും അറിയാതെ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പണ്ട് നമുക്ക് ഇത്തിരി പേടിപ്പിക്കുന്ന രീതിയിലാണ് അന്ധവിശ്വാസം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ വാസ്തുപുരുഷൻ ഒരാൾ കിടക്കണുണ്ട്, അയാൾക്ക് കൈയുണ്ട് കാലം, അപ്പൊ അയാളുടെ തല എന്ന് പറഞ്ഞാൽ എപ്പോഴും വടക്കിഴക്ക് തന്നെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ വന്ന് അതിനാ. പിന്നെ ഇപ്പൊ ഒന്നും ആൾക്കാർ എന്ത് ചെയ്തു, ആ ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് ആ ഒരു തലയെ നമ്മുടെ തലയായിട്ട്
വാസ്തുപുരുഷന്റെ തലയായിട്ട് കമ്പയർ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി എന്തൊക്കെയാണോ നമ്മുടെ തലയെ പറ്റി ചിന്തിക്കുന്നത് അതെല്ലാം വാസ്തുപുരുഷന്റെ തലയിലേക്ക് നമ്മൾ ആക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ശരിക്കും അങ്ങനെ ഒരു ആളോ കിടക്കണോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മുടെ അവിടുത്തെ കുറച്ച് എനർജി പോയിന്റുകളും നമുക്കത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് മഹാമർമ്മങ്ങൾ എന്ന് പറഞ്ഞ മർമ്മങ്ങളിൽ പീഡ വരാത്തിരിച്ച അവിടെ ഭിത്തികളോ തൂണുകളോ ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ആ പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് പ്ലോട്ട് ചെറുതും വലുതും ആണെങ്കിൽ എല്ലാത്തിനും ഒരു നിയമം എക്സ് വൈ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വാസ്തുപുരുഷൻ എന്നുള്ള ആള് കാര്യങ്ങളൊക്കെ വന്നത്. ഇത്രയും പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആണ്? എല്ലാവരും ക്ലിയർ ടൈപ്പ് ചെയ്യാവോ? യെസ്. സ്പീഡ് കൂടുതലാണോ? ക്ലിയർ ക്ലിയർ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, വീട് വെക്കാൻ പോകുന്ന ആൾക്കാരെ കൂടുതലുള്ള ഞാൻ പറയാം, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു നിയമം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു നിയമം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം തന്നെ ചിന്തിക്കേണ്ടത് ഈ നിയമം എഴുതിയ കാലഘട്ടം കൂടെ ചിന്തിക്കുക. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ നിയമം ഇപ്പൊ പറയാൻ കാരണം അതുകൂടെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 50% ആൻസർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ രീതി ചിന്താൽ മതി. ഒരു നിയമം നിങ്ങൾ വാസ്തുവിന്റെ നിയമം പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം ഈ നിയമം പറയാൻ കാരണമെന്ന് നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ തന്നെ കിട്ടും. എന്നിട്ട് നിങ്ങൾ അത് ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് ഇന്റർകണക്ട് ചെയ്തിട്ട് അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ ചെയ്യേണ്ടതാണോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്ന അർത്ഥം. ഓക്കെ. പിന്നെ അടുത്താണ് ഗൃഹമധ്യ സൂത്രം എന്ന് പറഞ്ഞ ലൈൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഗൃഹമധ്യ സൂത്രം എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ഫാൻ ഉണ്ടാക്കുന്നു, നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നു, ഒന്നും അന്നത്തെ കാലത്ത് അറിയത്തില്ലായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ വാസ്തുവിൽ പറയുന്നത് നമ്മുടെ ദിശക അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വായുസഞ്ചാരം വരുന്ന റോഡ്, തോട്, പുഴ തുടങ്ങിയവ ഏതാണോ ആ വീട്ടിലെ സ്വാധീനിക്കുന്നത് അതിനനുസരിച്ച് വേണം വീട് നിർമ്മിക്കാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പുഴ എന്ന് പറയുമ്പോൾ അവിടെ മൊത്തം ഓപ്പൺ സ്പേസാണ്. നമുക്ക് റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പൺ സ്പേസാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഓപ്പൺ സ്പേസ് ഉള്ള ഭാഗത്തുനിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രഷ് എയർ വരുന്നത്. ആ ഫ്രഷ് എയർ നമ്മുടെ ആ റൂമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് വരുള്ളൂ. നമുക്കിപ്പം ഈ ഫാനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ അന്നത്തെ കാലഘട്ടം ആലോചിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ നെയ്യാൻ നേരത്ത് നമ്മൾ ഈ മുറികളെല്ലാം അടച്ചിടാൻ വെച്ചു. എന്ത് സംഭവിച്ചു? നമ്മൾ കയറാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മുടെ എന്ത് സംഭവിച്ചു? നമ്മുടെ നിശ്വാസമായി ആയിരിക്കും അവിടെ കിടക്കണം, അല്ലെ? അതവിടെ കെട്ടിക്കിടന്നാൽ നമുക്ക് നെഗറ്റീവ് അല്ലേ? അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തുവിന് കറക്റ്റ് ആയിട്ട് നമ്മൾ മൂക്കായിട്ട് കണ്ട് ശ്വസനം എന്ന് പറയുന്നത്. ആ ശ്വസനം എന്നുള്ള രീതിയിൽ ഇവിടെ കൃത്യമായിട്ട് തുറന്ന് കൃത്യമായിട്ട് വായു കയറി ഇറങ്ങി പോകുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങോട്ടും കൃത്യമായിട്ട് വായു കയറി എല്ലാ റൂമിലേക്കും ഫ്ലോ ഉണ്ടാകുകയും കൃത്യമായിട്ട് നമുക്ക് കിടന്നുറങ്ങാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്നതിനാണ് ഗൃഹമധ്യ സൂത്രം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ നോക്കി വേണം ചെയ്യാനായിട്ട്. അത് മസ്റ്റാണ് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ കഥ. കൃത്യമായിട്ട് നമ്മുടെ ആ വായു നമ്മുടെ എല്ലാ റൂമിലേക്കും കൃത്യമായിട്ട് ഈക്വൽ ആയിട്ട് പോവുകയും കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് വരികയും നല്ല ഫ്ലോയിലൂടെ പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യണം. അപ്പം ഇപ്പഴത്തേക്കുള്ള നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം, കുഴപ്പമില്ല, ക്രോസ് വെന്റിലേഷൻ കൂടെ ചെയ്യണം, നല്ലതാണ്, ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോഴത്തെ ഒരു 3 സെന്റ് പ്ലോട്ടിനകത്ത് എടുത്ത് വെച്ചു, ഇവിടെ 3 സെന്റ് പ്ലോട്ടാണ്, അടുത്ത 3 സെന്റ് പ്ലോട്ടാണെന്ന് വെച്ചു. ഇവിടെ നമ്മൾ കറക്റ്റ് മിനിമം ബൗണ്ടറി എടുത്തിട്ട് നമ്മളിവിടെ കൊടുത്തു. ഇവിടെ നമ്മൾ കറക്റ്റ് മിനിമം ബൗണ്ടറി എടുത്ത് കൊടുത്തിട്ട് ഇവിടെ മിക്കവാറും ബൗണ്ടറിയുടെ അടുത്തായിരിക്കും വരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇവിടുത്തെ സൂത്രത്തിന് ഒഴിവെന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് എയർ സർക്കുലേഷനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അതുപോലുള്ള പ്ലോട്ടിനകത്ത് ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ മാത്രം നോക്കിയാൽ മതി ഏകശാലക്കകത്ത് കേട്ടോ. അതല്ല നമുക്ക് ഇപ്പുറത്തേക്ക് നോക്കാനുള്ള നല്ല ഏക്കറടങ്ങുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോടെ നോക്കിയാൽ നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ശാലയുടെ സെന്ററിൽ കൂടെ നമ്മൾ നിർബന്ധമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ക്ലിയർ ആണോ? യെസ്. അടുത്ത് നമ്മൾ സ്ഥാനമാണ് പറയുന്നത്. ഓക്കെ, സ്ഥാനത്തെ പറ്റി നമുക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലോട്ടിന്റെ അകത്ത് ചിലപ്പോൾ പറയും സ്ഥാനം തെറ്റി വിടുന്നു പറയുന്നത്. സ്ഥാനം തെറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മളിത് കൃത്യമായിട്ട്, ഇതിപ്പോ കിഴക്കാണ്, ഇത് തെക്കാണ്, ഇത് പടിഞ്ഞാറാണ്, ഇത് വടക്കാണെങ്കിൽ നമ്മുടെ വീട് നിൽക്കേണ്ടത് ഏകശാലയ്ക്കകത്താണ് കേട്ടോ. ചതുർശാല, ത്രിശാലയും ദിശാലയുടെ കൺസെപ്റ്റ് വേറെയാണ്, നമ്മൾ ഏകശാലയുടെ കൺസെപ്റ്റ് ആണ്. ഏകശാലയ്ക്കകത്ത് ഈ നമ്മുടെ ഗൃഹമധ്യം എന്ന് പറഞ്ഞ സെന്റർ ഇതും നമ്മുടെ വാസ്തുമധ്യം എന്ന് പറഞ്ഞ സാധനം ഇതുമാണ്. ഇങ്ങോട്ട് തിരിഞ്ഞണം, ഒന്നും വേണ്ട, നിങ്ങൾ അതിലേക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആവും. നമ്മുടെ പടിഞ്ഞാറിനേക്കാളും കൂടുതൽ മിറ്റം കിഴക്കുവശത്തും തെക്കിനേക്കാളും കൂടുതൽ മിറ്റം വടക്കുവശത്തും കൊടുക്കുക. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ എന്ത് സംഭവിച്ചു? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നിഴലിന്റെ അളവ് കുറവായിരിക്കും, നന്നായിട്ട് ഫ്ലോയും വരും, എനർജിയും കാര്യങ്ങളും വരുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. അതാണ് ഫസ്റ്റ് ചോയ്സ്. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട കളർ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാം, നേരത്തെ ഇവിടെ കൊടുക്കാം. തെക്കിലെ മുറ്റവും കിഴക്കിലെ മുറ്റവും വടക്കിലെ മുറ്റവും കുറവും, തെക്കും പടിഞ്ഞാറും കൂടുതൽ വരുന്ന രീതിയിലേക്ക് വേണം നമ്മൾ ചെയ്യാനുണ്ട്. ഈ രണ്ട് ഓപ്ഷനുള്ള സ്ഥാനം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഈ സമയത്ത് തീരുമെന്നുള്ളതിന് എനിക്ക് പ്രശ്നം, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ.
അടുത്ത 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടുക്കളയുടെ പൊസിഷനും അതുപോലെ തന്നെ നമ്മുടെ പാചകം ചെയ്യുന്ന രീതിയും. അപ്പം നമ്മൾ അടുക്കള എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞു കൃത്യമായിട്ട് നമുക്ക് കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ചേക്കുന്നുണ്ടോ? ഹലോ ഹലോ ഓക്കെ ആയോ? വേറെ ആരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അടുത്ത നമ്മൾ കിച്ചണിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അടുക്കള എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഏത് ദർശനമാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ കിഴക്ക് വശത്തോ വടക്കുവശത്തോ നമ്മൾ നമ്മുടെ അടുക്കള ക്രമീകരിക്കാൻ നോക്കിയാൽ മതി. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ സൂര്യപ്രകാശം എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഉദിക്കുന്ന സൂര്യന്റെ എനർജി കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചന്ദ്രാദി നക്ഷത്രങ്ങളാണ് വടക്കുവശത്ത്. അപ്പൊ നമ്മളൊരു ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഡിസൈൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ റൂമിന്റെ പൊസിഷൻ കൊടുക്കാൻ നേരത്ത് ഇങ്ങനെയുള്ള റൂമിന്റെ പൊസിഷനുകളിൽ നമുക്ക് കൃത്യമായിട്ട് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ വെച്ചിട്ട് കിഴക്കോട്ട് ജനൽ വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വടക്കോട്ട് ജനൽ വെക്കുന്ന രീതിയിൽ കിഴക്കോട്ട് നിന്നിട്ടോ വടക്കോട്ട് നിന്നിട്ടോ നിങ്ങൾക്ക് പാചകം ചെയ്യാം. അതിനകത്ത് ഏത് ദർശനമാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് സൂര്യനോടുള്ള കാര്യങ്ങൾ, രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രാദി നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞു. പിന്നെ വരുന്നത് നമുക്ക് വിറ്റാമിൻ ഡി ഉൾപ്പെടെയുള്ള നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടേണ്ട എനർജിയും കാര്യങ്ങളും കിട്ടുക എന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞാൽ ആ പാചകം ചെയ്യുന്ന സ്ത്രീ എന്ന് പറഞ്ഞ, പക്ഷെ അന്നത്തെ കാലത്ത് പാചകം ചെയ്യുന്ന സ്ത്രീകളായതുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു മാത്രമേ. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളും പുരുഷനും ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല. അപ്പം ആ പാചകം ചെയ്യുന്ന ആൾക്ക് ഉന്മേഷത്തോടു കൂടി പാചകം ചെയ്യാനുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടാണ് അവർ പറഞ്ഞത്. അതുകൂടാതെ നമ്മുടെ അടുക്കളയുടെ അടുത്ത് തന്നെയായിരിക്കും നമ്മൾ ഈ കിണറും കാര്യങ്ങളും വരിക, അല്ലെ? അപ്പൊ നമ്മൾ മിക്കവാറും പണ്ട് ഇതേപോലെ നമ്മൾ കറണ്ട് ഉണ്ടാകുന്നു അല്ലെ കിണറിൽ നിന്ന് വെള്ളം അടിച്ച് മുകളിലേക്ക് കിട്ടുന്നു അങ്ങനൊന്നും വിചാരിച്ചില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് പോരുന്ന രീതിയിലേക്കോ അല്ല ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ആ കിണറിൽ നിന്ന് വെള്ളം കൊള്ളുന്ന രീതിയിലേക്കോ ഈ ഒരു ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് വാസ്തുപ്രകാരമായിട്ടുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ വേറൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ നിങ്ങൾ ഈ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇതേപോലെ സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാനത്തല്ലാത്ത സ്ഥലത്ത് കൊണ്ട് നമ്മൾ അടുക്കള വെച്ചു. അപ്പൊ നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഈ അസുഖം വരും അങ്ങനത്തെ അസുഖം വരും എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാര്യം? അതിനെ നമ്മളൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ വിറ്റാമിൻ ഡി അല്ലെങ്കിൽ സൂര്യപ്രകാശം അതിന്റെ പോലെ കാര്യങ്ങൾ ഇതേപോലെയുള്ള നമുക്ക് എനർജി നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു. നമ്മൾ പാചകം ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതേപോലെ സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ, അപ്പൊ അങ്ങനെ കിട്ടാത്തൊരു സാധനം ആണെന്നുണ്ടെങ്കിലോ അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന അസുഖങ്ങൾ എന്താ? നമുക്ക് കിട്ടേണ്ട എനർജി കിട്ടാത്തതുകൊണ്ട് അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. ശരിക്കും അടുക്കള അവിടെ വെച്ചത് കൊണ്ടല്ല പ്രശ്നം. അടുക്കള അവിടെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടേണ്ട എനർജി കിട്ടാത്തത് കൊണ്ട് കുഴപ്പമാണ്. ഇപ്പൊ നമ്മളിവിടെ അടുക്കള വെച്ചു, എന്നിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ് വെളിപ്പെട്ട ഫുഡ് മേടിക്കണമെങ്കിൽ അസുഖം ഉണ്ടാകും. നമ്മൾ ആ നമ്മൾ കിട്ടേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ചെയ്തിട്ട് കിട്ടാത്ത എനർജി പൊസിഷൻ മാറ്റി വെക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത എനർജിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അസുഖം ഉണ്ടാകുന്നത്. ആ അസുഖങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അല്ലാതെ ഇവിടെ വെച്ചത് കൊണ്ടല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണം. 2 രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ അടുക്കള എന്ന് പറയുന്ന സ്ഥാനം നമ്മൾ കൃത്യമായിട്ട് സ്ഥലത്ത് വെക്കുക. സ്ഥലത്ത് വെക്കാത്തതുകൊണ്ടാണ് അതിന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ. അടുത്ത കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കിച്ചണും അതിന്റെ കുക്കിംഗ് ഡയറക്ഷൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ രീതി കണ്ടാൽ മതി. അടുത്ത ബെഡ്റൂമിന്റെ പൊസിഷൻ, സ്ലീപ്പിംഗ് ഡയറക്ഷൻ. അപ്പൊ ബെഡിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഏറ്റവും കൂടുതൽ കാറ്റ് വരുന്ന എവിടെ നിന്നാണ്? അപ്പൊ നമുക്കിത് കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും, അല്ലെ? നമുക്കുള്ള വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പടിഞ്ഞാറാണ് അറബിക്കടൽ വരുന്നത്, അല്ലെ? തെക്കാണ് ഇന്ത്യൻ മഹാസമുദ്രം വരുന്നത്. ഇത് രണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടേണ്ട ആ ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ഭാഗം. അപ്പൊ തെക്കേ വിങ്ങിനോ പടിഞ്ഞാറേ വിങ്ങിനോ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിടപ്പ് കൂടെ കൊടുക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും നല്ലത് തെക്ക് പടിഞ്ഞാറ് ആയതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്നില്ല. തെക്ക് പടിഞ്ഞാറ് തന്നെ കൊടുക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം ഒരു നിർബന്ധമില്ല. തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എല്ലാ വാസ്തുവികാരം ചെയ്യുന്ന ആൾക്കാരും ഈ തെക്ക് പടിഞ്ഞാറ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ മാസ്റ്റർ ബെഡ്റൂം. അല്ലാത്ത ഒരു റൂമും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് കൊടുക്കാൻ മതി. അപ്പൊ അതുപോലെ വടക്കിഴക്ക് വശത്ത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയും. അതായത് ദമ്പതിമാർക്ക് സ്ഥിരതാമസത്തിന് വടക്കിഴക്ക് കൊടുക്കാൻ പാടില്ല, ഗസ്റ്റ് റൂം ആയിട്ട് കൊടുക്കാന്ന് പറയും. വേറെ ഒന്നുമല്ല, അപ്പം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ചൂടടിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ ഇവിടെയാ, വടക്കിഴക്കാണ്. അപ്പം ദമ്പതിമാർക്ക് കൂടുതൽ സമയം ഇവിടെ കിടക്കാൻ പറ്റത്തില്ല, എണീറ്റ് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഒന്നാമത്തെ കേസിൽ അവിടുന്ന് പോകണം എന്ന് പറഞ്ഞത്. ഇത് ആയുർവേദ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് ഒരാൾ വന്നിട്ട് പോകുന്നതിനകത്ത് കുഴപ്പമില്ല. വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഇവിടെ സൂര്യൻ ഉദിക്കുന്ന നേരം എടുത്തു മനസ്സിലായി. അപ്പൊ അവര് നേരത്തെ ഇറങ്ങി വീട്ടിലേക്ക് ഇല്ലെങ്കിൽ പോകണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവിടെ ഗസ്റ്റ് റൂം എന്നുള്ള കൺസെപ്റ്റ് വന്നത്. ഞാൻ പറഞ്ഞ പോലും മനസ്സിലുണ്ടോ? ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ
പണ്ടത്തെ കാലത്ത് ആരെങ്കിലും വഴിപോക്കരായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും അല്ലെങ്കിൽ ഇതേപോലുള്ള ആൾക്കാർ നമ്മൾ ഗസ്റ്റ് ആയിട്ട് വന്ന് താമസിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ അവർ എണീറ്റ് പോകാൻ വേണ്ടിയാണ് അവിടെ ഗസ്റ്റ് റൂം എന്നുള്ള കൺസെപ്റ്റ്. പിന്നെ ആയുർവേദ ചികിത്സ അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാന്നാണ് പറയുന്നത്. ഇതിനെല്ലാം ആ പഴയ കാലഘട്ടമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് സമയം ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് ഇതിനൊന്നും മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ തല വെച്ച് കിടക്കേണ്ടത് കിഴക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ തല വെച്ച് വേണം. ഫസ്റ്റ് നമ്മുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടാണ് ഫസ്റ്റ് ചോയ്സ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തെക്കോട്ടാണ്. തെക്കോട്ട് തല വെച്ച് കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു കാരണവശാലും വടക്കോട്ട് തല വെച്ച് നിങ്ങൾ കിടക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആ ബെഡ്റൂം സെറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ കേട്ടോ അതിന്റെ അവസാനം. അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം, അതിന് കുഴപ്പമില്ല. ബെഡ്റൂമിന്റെ പൊസിഷന്, മാസ്റ്റർ ബെഡ്റൂമിന്റെ പ്ലേസ്മെന്റ്, ബെഡ് ഹെഡ്, ഹെൽത്ത്. ഓക്കെ, അടുത്തതാണ് സ്റ്റെയർ കേസിന്റെ പൊസിഷൻ. ഓക്കെ, ഞാൻ സ്പീഡ് പോവാണോ? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോട്ട് എഴുതുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ് യെസ് യെസ്. ഓക്കെ, അടുത്ത നമുക്ക് സ്റ്റെയർ കേസിന്റെ പൊസിഷനാണ് വരുന്നത്. അപ്പൊ സ്റ്റെയർ കേസിന്റെ പൊസിഷൻ എന്ന് പറയാനുള്ള കാരണം വെച്ചാല് നമുക്ക് ഒരു കേസ് കൂടെ നോക്കാം. അപ്പൊ സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെയർ കേസ് പ്രദക്ഷിണമായിട്ട് വേണം കൊടുക്കാന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം കൊടുക്കാന്ന് പറഞ്ഞത്. അതുപോലെ പടികളുടെ എണ്ണം ഇരട്ടയും കയറ്റം ഒറ്റയെന്ന് പറഞ്ഞു. വെച്ചാല് നമ്മൾ വലത്തേക്കാലിൽ കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് വലത്തേക്കാലിൽ ലാൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ കുറച്ചുകൂടെ കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്ക ആളുകൾക്കും നമ്മൾ ഒരു സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമേ ഒരു ഇടത്തേക്കാലിൽ നിങ്ങൾ നോക്കുക എത്ര സമയം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ ശരീരം മൊത്തം നിൽക്കാൻ പറ്റും ഒറ്റക്കാലിൽ. അപ്പൊ ഇടത്തേക്കാലിൽ എത്ര ടൈം ഉണ്ടെന്ന് നിങ്ങൾ എഴുതി വെക്കുക. അതേപോലെ വലത്തേക്കാലിൽ നിങ്ങൾ എഴുതി വെക്കുക. അപ്പം മെജോറിറ്റി ആളുകൾക്കും ഈ ഇടത്തേക്കാലേക്കാളും കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നത് വലത്തേക്കാലില്ല. അതായത് നമ്മുടെ ശരീരം ഒറ്റക്കാലിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഇടത്തേക്കാലിനേക്കാളും കൂടുതൽ വലത്തേക്കാലിലോണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മാത്രമാണ് ഇടത്തേക്കാലിലേക്ക് വരിക. ഓക്കെ, അപ്പം അതൊരു 10% വരും, 90% ഇവിടെയാണ് വരുന്നത്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നിങ്ങൾ വല്ലതും ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ എക്സ്കവേറ്റർ ആണല്ലോ. എക്സ്കവേറ്ററിലൊക്കെ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി, മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ മതി, വായി നോക്കണ്ട. അപ്പം നോക്കാൻ നേരത്ത് ഏറ്റവും ആദ്യം ആൾക്കാർ വെക്കുന്നത് വലത്തേക്കാലായിരിക്കും. ഓക്കെ, അത് എക്സ്കവേറ്ററിന്റെ ഏറ്റവും അവസാനം ഇവിടുന്ന് മുകളിലേക്ക് ഏർപ്പെടുന്നതും വലത്തേക്കാലിലായിരിക്കും. വെച്ചാൽ നമുക്ക് ബലമുള്ള കാലിലേക്ക് നമ്മൾ അറിയാതെ ഫസ്റ്റത്തെ കാല് വെക്കുകയും ലാസ്റ്റ് എക്സ്കവേറ്ററിൽ നമ്മൾ മുകളിലേക്ക് കയറാൻ നേരത്തും നമ്മൾ ബലമുള്ള കാല് വലത്തേക്കാലിൽ ലാസ്റ്റ് വെക്കുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ മെജോറിറ്റി ആണ് 90% ആളുകൾക്കും. ഞാൻ ഈ പറഞ്ഞത് രണ്ടും നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യാം. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ആണ് വാസ്തുവിന്റെ അകത്ത് ഈ ഒരു കാര്യം പറഞ്ഞാൽ പടികളുടെ എണ്ണം ഇരട്ട. വെച്ചാൽ വലത്തേക്കാല് നമുക്ക് ബലമുള്ള കാലിൽ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് ബലമുള്ള കാലിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴാതിരിക്കും. അങ്ങനെ താഴെ വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണ് പടികളുടെ എണ്ണം ഇരട്ടയും കയറ്റം ഒറ്റയെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ പടി ആ വരുന്ന രീതിയിലേക്ക് വേണം നമ്മൾ സെറ്റ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ നമുക്ക് വലത്തേക്കൈയാണ് ബലമുള്ളത്. അപ്പൊ നമ്മൾ പിടിച്ച് കയറാൻ നേരത്ത് ആ വലത്തേക്കൈ പിടിച്ച് കയറുക എന്നുള്ളതാണ് സ്റ്റെയർ കേസ് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റെയർ കേസിനെ നിങ്ങൾ ആ രീതിയിൽ വേണം കാണാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രഹമതി സൂത്രം എന്ന് പറഞ്ഞ സെൻട്രൽ ലൈൻ്റെ അകത്ത് നമുക്ക് ഒരു കാരണവശാലും സ്റ്റെയർ കേസോ കാര്യങ്ങളോ കൊടുക്കാൻ പാടില്ല. അത് നമുക്ക് ആ എനർജിക്ക് നമുക്ക് ആ വായുവിന് തടസ്സമായതുകൊണ്ടാണ് അവിടെ ആ ഒരു ഗ്രഹമതി സൂത്രം സെൻട്രൽ ലൈൻ ഉണ്ട്, അവിടെ നമുക്ക് തടസ്സമാകാത്ത രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ഒരു കാരണവശാലും വാസ്തുവിൽ വടക്കിഴക്ക് വശത്തേക്ക് സ്റ്റെയർ കേസ് പറയുന്നില്ല. ഇപ്പൊ കിഴക്കാണെങ്കിൽ വടക്കാണെങ്കിൽ ഈ വടക്കിഴക്ക് കോർണറിൽ സ്റ്റെയർ കേസ് പറയുന്നില്ല കേട്ടോ. വടക്കിഴക്ക് സ്റ്റെയർ കേസ് കൊടുക്കാൻ പാടില്ലെന്നാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഓപ്പൺ ടെറസ് കൊടുക്കേണ്ടത് ഒരു വീടിന്റെ വടക്കിഴക്ക്, ഇവിടെയാണ് ഓപ്പൺ ടെറസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ കൊണ്ട് നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീട് ഫുള്ള് നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ വെയിറ്റ് കുറവുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഈ വീട് ഫുള്ള് നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ടൊക്കെ ആവാം ഇവിടെ വടക്കിഴക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ വടക്കിഴക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഓപ്പൺ സ്റ്റെയർ കേസ് കൊടുക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? യെസ്, ക്ലിയർ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ടോപ്പിക്കിൽ കൂടുതൽ പറയണമെങ്കിൽ പറയാം കേട്ടോ. അടുത്ത നമുക്ക് ടോയ്ലറ്റ് സെപ്റ്റി ടാങ്ക് ആണ് കേട്ടോ. അപ്പൊ ടോയ്ലറ്റ് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് വീടിന്റെ അകത്ത് ടോയ്ലറ്റ് എന്നോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഈ ശൗചം ചെയ്യേണ്ടത് സ്ത്രീകളുടെ നേരെ, കുട്ടികളുടെ നേരെ, രോഗികളുടെ നേരെ, ഗുരുക്കന്മാരുടെ നേരെ, സൂര്യന്റെ നേരെ ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞത്. വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ വെളിപ്രദേശത്ത് പോയിട്ട് ഇരുന്ന് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ. അപ്പൊ അന്നേരത്തെ സമയത്ത് എഴുതിയ നിയമമാണ് അത്. അപ്പൊ അന്നേരത്തേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ സ്ത്രീകളോ കുട്ടികളോ ഗുരുക്കന്മാരോ അതുപോലുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും ശൗചം ചെയ്യാതെ മാറി പോയിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നേരത്ത് ഇപ്പം നമ്മൾ അടച്ചിട്ട് മുറിക്കാത്ത വരുമ്പോഴത്തേക്ക് സ്ത്രീകളോ കുട്ടികളോ രോഗികളോ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല.
അപ്പൊ ആകെ ഉള്ളത് ഏതാ? സൂര്യൻ എന്ന് പറഞ്ഞ സാധനം. പണ്ട് സൂര്യന് നേരെ പാടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സൂര്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് സൂര്യനടിക്കുക അല്ലെങ്കിൽ നമ്മുടെ പുറയിലേക്ക് സൂര്യനടിക്കുമ്പോഴത്തേക്കും നമുക്ക് ശൗചം ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കിയിട്ട് ടോയ്ലറ്റ് സീറ്റ് വെക്കരുത് എന്ന് പറഞ്ഞതിനർത്ഥം. ഇപ്പോഴത്തെ കാലത്ത് ഈ അടച്ചിട്ട മുറിക്കകത്ത് നിങ്ങൾ ടോയ്ലറ്റ് സീറ്റ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വെച്ചെന്നോർത്ത് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ പക്ഷെ നിങ്ങൾക്ക് ഒരു പുതിയ പ്ലാൻ വരയ്ക്കാൻ പോകാന്ന് വിചാരിച്ചു. അപ്പൊ പ്ലാൻ വരയ്ക്കാൻ നേരത്ത് നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾ തെക്കോട്ടോ വടക്കോട്ടോ നിങ്ങൾ മുകളിൽ നോക്കിയിട്ട് ടോയ്ലറ്റിന്റെ സീറ്റ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, കാരണം വെച്ചാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു കാര്യത്തിലായിരിക്കും വാസ്തുകാരി നാളെ പിടിക്കണത്. ഇതുണ്ട് ടോയ്ലറ്റ് സീറ്റ് കിഴക്കാണ് അല്ലെങ്കിൽ സൂര്യനെ നോക്കിയിട്ടാണ്, സൂര്യനെ നോക്കിയിട്ട് ടോയ്ലറ്റ് സീറ്റ് വെക്കാൻ പാടില്ല, അപ്പൊ അതിന് ഇന്ന പ്രശ്നങ്ങളാണ്, അസുഖങ്ങളാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെക്കോട്ടോ വടക്കോട്ടോ വെക്കുക എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളിപ്പം കിഴക്ക് പടിഞ്ഞാറ് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ക്ലിയർ ആണല്ലോ അല്ലേ? അത് നമുക്ക് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ സെപ്റ്റി ടാങ്ക് വെക്കാൻ പാടില്ല എന്നല്ല, നമുക്ക് അതിന്റെ അകത്ത് 4 കോർണറുകളിലും അശുദ്ധി വരാൻ പാടില്ല എന്ന് പറഞ്ഞു. 4 കോർണർ എന്ന് പറയുമ്പോഴത്തേക്ക് 4 കോർണറുകളും സെന്റർ ഭാഗത്തും അശുദ്ധി വരാൻ പാടില്ല. അതുകൊണ്ട് ഈ 4 കോർണറും സെന്ററും നിങ്ങൾ സെപ്റ്റി ടാങ്ക് വെക്കാത്ത രീതിയിൽ ബാക്കിയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് വെക്കുന്നതെന്ന് കുഴപ്പമില്ല. അതിനകത്ത് തന്നെ വടക്ക് പടിഞ്ഞാറിന്ന് വടക്കോട്ട് നോക്കിയിട്ട് വെക്കുന്നതാണ്, അല്ല വടക്ക് പടിഞ്ഞാറിന്ന് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ്. തൊട്ടടുത്തുള്ള കിണർ, നിങ്ങളുടെ വേണ്ടെന്നല്ല, തൊട്ടടുത്തുള്ള കിണറുമായിട്ട് ഒരു 7.5 മീറ്റർ ദൂരം പാലിക്കാം. ഇത്തരം കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടെ ചെയ്യാം. ടോയ്ലറ്റ് പിന്നെ നമ്മൾ നേരത്തെ 4 കോർണറുകളും സെന്ററിലും കൊടുക്കാതിരിക്കുക കേട്ടോ. ഗ്രഹപതിസൂത്രം പോകുന്ന ഭാഗത്തും 4 കോർണറും ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ 4 കോർണറും വീടിന്റെ ഗ്രഹപതിസൂത്രം പോകുന്ന സെന്ററിലെ ഭാഗത്തും ഇവിടെ കൊടുക്കാതിരിക്കുക. പണ്ട് കാലങ്ങളിൽ ഈ തെക്കിഴക്ക് ഭാഗത്തൊക്കെ കോർണർ വല്ല വടക്ക് പടിഞ്ഞാറ് കോർണറിലൊക്കെ ടോയ്ലറ്റ് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ മോഡേൺകാർ വന്നിട്ട് 4 കോർണറും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വെട്ടുന്നതും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാർക്ക് പേടിയായി. അതുകൊണ്ടാണ് ഇപ്പം 4 കോർണർ എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. 4 കോർണർ എന്ന് പറഞ്ഞാൽ പിന്നെ 4 കോർണർ സെന്റർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ടോയ്ലറ്റ് കൊടുക്കുന്നതിനകത്ത് പ്രശ്നങ്ങളില്ല. ഓക്കെ, അടുത്തത് വാസ്തുവിന്റെ അളവുകൾ. ഇപ്പൊ ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ അകത്ത് നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ നേരത്ത് ഒരു 50% നമ്മൾ കൊടുക്കേണ്ടത് ദിശയ്ക്കാണ്, ഡയറക്ഷനാണ്. ഇവിടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദിശയ്ക്ക് അനുകൂലമാക്കുന്നത്. ഒരു 30% നമ്മൾ കൊടുക്കേണ്ടത് സ്ഥാനത്തിനാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ ഗ്രഹപതി സൂത്രം, അല്ല അടുക്കളയുടെ സ്ഥാനം, അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ സ്ഥാനം, അതുപോലുള്ള പൊസിഷൻസിനാണ് കൊടുക്കേണ്ടത്. ഒരു 20% മാത്രമേ അളവുകൾക്ക് പ്രാധാന്യമുള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ മരണച്ചുറ്റിലാണെന്ന് പറഞ്ഞാലും മരിച്ചു പോകുന്ന കാര്യങ്ങളൊന്നും അല്ല അർത്ഥം. പണ്ട് കാലങ്ങളിൽ നമ്മൾ തടിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ നേരത്ത്, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ചെയ്യാൻ നേരത്ത് ഇവിടുന്ന് ഒരാൾ ഇവിടുന്ന് ചെയ്യും, ഒരാൾ ഇവിടുന്ന് ആയിരിക്കും ചെയ്യണത്. അവസാനം ഇതെല്ലാം കൂടെ കയറിയിട്ട് നമ്മൾ ഉത്തരക്കൂട്ട് കൂടുമ്പോഴത്തേക്കും ഇവൻ ഒരേപോലെ കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അളവിന് പ്രാധാന്യം കൊടുത്ത് കൃത്യമായിട്ട് അളവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നേരെ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ആ അളവിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ അങ്കുലത്തിൽ വിച്ഛേദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഈ അങ്കുലം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ കോലുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ കോലെന്ന് പറഞ്ഞത് നമുക്ക് 72 സെന്റിമീറ്റർ ആണ് ഇപ്പൊ കോല്. ഇപ്പൊ സെന്റിമീറ്ററാണ് കാലം വെച്ചത്. അപ്പൊ കോലിനെ നമ്മളിങ്ങനെ 24 നമ്മൾ ഡിവൈഡ് വെച്ചേക്കുക, അത്രേ ഉള്ളൂ കോലിനെ. അപ്പൊ നമ്മൾ ഇവിടെ 24 ഡിവൈഡ് ചെയ്തതിനകത്ത് ഇവിടെ 2 അങ്കുലെന്നോ അല്ല 3 അങ്കുലെന്നോ എടുത്ത് വെച്ചു. ഇത് നമ്മളിവിടെ ഒരാളോട് പറയാം ഇവിടെ 2.25 അങ്കുലത്തിൽ ചെയ്തോളാൻ പറഞ്ഞു. അടുത്ത ആളുടെ 2.25 അങ്കുലം ചെയ്തോളാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 കഴിഞ്ഞാൽ 3 ഉള്ളൂ. ഇപ്പൊ ഈ അങ്കുലം എന്നുള്ളത് വിട്ടിട്ട് നിങ്ങൾ ഇഞ്ചായിട്ട് കണക്ക് കൂട്ടിക്കും. ഓക്കെ, അപ്പൊ ഒരാളോട് നമ്മൾ പറയുന്നു 2.25 ഇഞ്ച് ചെയ്തോളാൻ പറഞ്ഞു. അടുത്ത ആളുടെ 2.25 ഇഞ്ച് ചെയ്യണം. പക്ഷെ 2.25 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇഞ്ച് നമുക്ക് ഇല്ലെന്ന് വിചാരിച്ചു. അപ്പൊ ഇയാൾ ചെയ്യണേ 3/4 ഇഞ്ചും ഇയാൾ ചെയ്യണ 3/4 ഇഞ്ചും ചിലപ്പോൾ എക്സാക്ട് ആയിരിക്കണം നിർബന്ധമില്ല. കാരണം 2 ഇഞ്ച് പിന്നെ 3 എന്നുള്ള അളവേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിച്ചു? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഹോളുകളോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് അലൈൻമെന്റ് പിടിച്ച് ഇവൻ ചിലപ്പോൾ ഹോളുകളെല്ലാം കൂടെ ഒരുമിച്ച് ലെവലും പിടിച്ച് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഹോളും ചിലപ്പോൾ മാറിപ്പോയെന്നിരിക്കും. മനസ്സിലായോ? കാരണം ആ ഇടയ്ക്കുള്ള അളവില്ല. കൃത്യമായിട്ട് അളവുകളുള്ളത് 2 അല്ലെങ്കിൽ 3 അതുപോലുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇതിന്റെ അകത്ത് അങ്കുലത്തിലുള്ള അളവുകൾ വിച്ഛേദിക്കാൻ പാടില്ല, അല്ലെ അങ്കുലത്തിന് ഇടയ്ക്കുള്ള അളവുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിന് ടേപ്പിന്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് അങ്കുലത്തിൽ വിച്ഛേദിച്ചാൽ കുഴപ്പമില്ലെന്നില്ല, അങ്കുലത്തിൽ വിച്ഛേദിക്കാത്ത അളവ് കൊടുക്കണം. പക്ഷെ ഒരു നിവൃത്തി ഇല്ലാത്ത കേസാണ് വിചാരിച്ചു. ഇപ്പൊ 24 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 21 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 18 സെന്റിമീറ്റർ ആണ് നമ്മൾ ഭിത്തിക്കനം കൊടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്കുലത്തിൽ വിച്ഛേദിക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവുകൾ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ഇതല്ലാത്ത അളവുകൾ 23 സെന്റിമീറ്റർ വരുന്നു, അല്ലെങ്കിൽ 22 സെന്റിമീറ്റർ വരുന്നു തേപ്പും പെയിന്റിങ്ങും, അങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ
അന്നേരം ചിലപ്പോൾ നമ്മൾ അങ്കുലത്തിൽ നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിലും ചുറ്റളവിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. അതാ പറയാ 20% മാത്രമേ അളവിന് അത്രയും പ്രാധാന്യമുള്ളൂ. അപ്പൊ അത് ആ രീതിയിൽ വേണം നിങ്ങൾ കാണാൻ തുടങ്ങുക. ഇതെല്ലാം നമ്മൾ കൃത്യമാക്കി ചെയ്യണം, നല്ലതാണ്, 100% ഓക്കെയാണ്. നമ്മളിപ്പം അതിന് വേണ്ടി ടേബിളുകളും കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും പുതുതായിട്ട് നിങ്ങൾ വീട് നിർമ്മിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ചിലപ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് നിർബന്ധമില്ല. അത് കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ വീടിന്റെ ഔട്ടർ അളവ് കൃത്യമാക്കിയിട്ട് ചെയ്യണം. അതിന് ഓരോ ദർശനത്തിനനുസരിച്ച് യോനി സംഖ്യ എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ആ നമ്പർ കൃത്യമാക്കി വേണം ചെയ്യാണ്ട്. ഓരോ മുറികൾക്ക് അളവുകളുണ്ട്, ആ മുറികൾക്ക് അളവ് ചെയ്യണം. അതിനകത്ത് മരണം എന്ന ശ്രേണിയിലുള്ള അളവുകൾ സ്വീകരിക്കാതിരിക്കും. അത് മാത്രം നിങ്ങൾ നോക്കുക. മരണത്തിലുള്ള അളവ്, മരണം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നല്ല, ഒരു ചുറ്റിൽ ഉള്ള അളവാണ്. വെച്ചാൽ ബാല്യം, അത് കഴിയുമ്പോഴത്തേക്കും കൗമാരം, അത് കഴിയുമ്പോഴത്തേക്കും യൗവനം, അത് കഴിയുമ്പോൾ വാർദ്ധക്യം, അത് കഴിയുമ്പോൾ മരണം. ആ മരണത്തിലുള്ള ശ്രേണിയിലുള്ള അളവുകൾ സ്വീകരിക്കാതിരിക്കുക. അത് ചെയ്യാൻ പറ്റും. മരണത്തിലുള്ള അളവ് നിങ്ങൾ ഉണ്ടെങ്കിലും അത് മരിച്ചു പോകുന്നല്ല, എടുക്കാൻ പാടില്ലാത്ത അളവാണ്. അപ്പൊ എല്ലാ പേരുകളും പേടിപ്പിച്ചിരിക്കുന്ന വരാം. മരണം എന്ന് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ അയ്യോ മരിച്ചു പോകും, അത് വേണ്ട. അപ്പം നിങ്ങൾ മരണത്തിലുള്ള അളവ് എടുക്കത്തില്ല. പിശാച വീതി, നമ്മൾ വീട് നിർമ്മിക്കാൻ നേരത്ത് പിശാച വീതി ഒരു കാരണവശാലും വീട് നിർമ്മിക്കരുത്. അപ്പൊ പിശാചെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. എന്തുകൊണ്ടാണ് പിശാച വീതി? അതായത് നമ്മളൊരു വാസ്തുമണ്ഡലം കെട്ടിക്കഴിഞ്ഞാൽ അതിനൊരു 9-1 ഭാഗം നമുക്ക് ഇവിടെ ഒഴിച്ചിടണം എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് വീട് നിർമ്മിക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഒഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇപ്പോഴത്തെ സെറ്റ് ബാക്ക് ഇല്ലാത്തൊരു വീടാണെന്ന് വിചാരിച്ചു, എന്ത് സംഭവിക്കും? നമ്മുടെ മതിലായിരിക്കും നമ്മൾ വീട് കൊണ്ട് നിർമ്മിക്കണേ. ഓക്കെ, അപ്പൊ മതിൽ കൊണ്ട് നമ്മൾ വീട് നിർമ്മിച്ചാൽ എന്തായിരിക്കും? നമ്മുടെ വീടിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം വിട്ടാൽ പോലും ആ റോഡിൽ പോകുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഒരു ജനൽ തുറന്നിടാൻ പറ്റുമോ? നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പാമ്പ്, എലിയും അതുപോലെ സാധനങ്ങൾ വീട്ടിലേക്ക് കയറത്തില്ലേ? അങ്ങനെ പല പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകത്തില്ലേ? അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ അകത്തൊരു വാസ്തു മണ്ഡലത്തിന്റെ അകത്ത് ഈ അവസാനത്തെ പദത്തിന്റെ അകത്ത് പിശാച വേദി എന്ന് പറഞ്ഞ് പിശാച് എന്നുള്ള പേരുള്ളതെന്നും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ കൊണ്ട് വീട് നിർമ്മിക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ പിശാചോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല, നമ്മൾ ആ മതിലിനോട് ചേർത്ത് നമ്മൾ വീട് നിർമ്മിക്കാതിരിക്കാനാണ്. നമ്മൾ മതിലിനോട് വീട് ചേർത്ത് നിർമ്മിക്കുമ്പം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനെ പിശാച് എന്ന് പറയുന്ന പേര് കൊണ്ട് വന്നത്. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പേരുകൾ കൊടുക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം? ക്ലിയർ 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 കേട്ടോ? നമ്മൾ ഈ പറയുന്ന പേരുകളും ഈ സാധനങ്ങളും ഒന്നും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഇപ്പൊ വിചാരിക്കണ്ട. അന്ന് നമുക്ക് കുലത്തൊഴിൽ മാത്രം അറിയാളായിരുന്നു. നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കലം ഉണ്ടാക്കാനാണെങ്കിൽ കലം, നമുക്ക് സ്വർണം ഉണ്ടാക്കാനാണെങ്കിൽ സ്വർണം, നമുക്ക് തടിപ്പണി ആണെങ്കിൽ തടിപ്പണി. അപ്പൊ നമുക്ക് അറിയാവുന്ന പണി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് അതിനെപ്പറ്റി ഇതേപോലത്തെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നുമില്ല. ഈ കുലത്തൊഴിലിൽ നിന്നാണ് ജാതി വരെ ഉണ്ടായത്. അതിലേക്ക് ഒത്തിരി വരും. വെച്ചാൽ ഈ പണി അറിയാവുന്ന ആള് ഈ പണി അറിയാവുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കുള്ളൂ. വേറൊരാളുടെ കൊണ്ട് പണി ഇത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പണി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. വെച്ചാൽ അന്ന് പേടിയായിരുന്നു. ഇത് നമ്മുടെ നോളജ് ഇപ്പുറത്തെ ആളുടെയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് നഷ്ടമില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ജോലി ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഒരു ജാതിയായിട്ട് വരികയും ആ ജാതിയിലുള്ള ആൾക്കാർ മാത്രം നമ്മൾ കല്യാണം കഴിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരാനുള്ള കാരണം വെച്ചാൽ അത് കുലത്തിന്റെ തൊഴിലനുസരിച്ചാണ് ജാതി വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പണ്ടത്തെ കാലത്ത് പറഞ്ഞത്. അതിലേക്ക് പോയി ഒത്തിരി നമ്മൾ അതിലേക്കൊന്നും പോണ്ട. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതാ. അപ്പൊ നമ്മുടെ ഇതനുസരിച്ച് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആൾ വന്നിട്ട് പറയും, നീ വന്നിട്ട് നീ ഇത് കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലെ സ്ത്രീക്ക് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തില്ല, അടുക്കള ഇവിടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അസുഖം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞത് സത്യമായിരിക്കും, രണ്ടാമത് പറഞ്ഞത് തെറ്റായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കട്ടലയുടെ പടി, ഇപ്പൊ കട്ടല ചെയ്യാൻ നേരത്ത് പ്ലാവും ആണെങ്കിൽ പ്ലാവും, അല്ലെങ്കിൽ തേക്കുവാണെങ്കിൽ തേക്കും, ആഞ്ഞിലിയാണ് ആഞ്ഞിലി, ഏതാണോ അത് ആ ജാതിയിലുള്ള നമ്മൾ വേണം ഇത് കൂട്ടി യോജിപ്പിക്കാന്ന് പറഞ്ഞത്. അല്ലാത്ത ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീ അശുദ്ധി ഉള്ളവളാകുമെന്ന് പറഞ്ഞു. അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ആ വീട്ടിലെ സ്ത്രീ ചിത്തപ്പേര് ഏൽപ്പിക്കുന്ന പറഞ്ഞത്. അതായത് ഒരു തച്ചനാണ് തീരുമാനിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീ ചിത്തപ്പേര് ഏൽപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. അതാണ് വാസ്തുവിന്റെ നിയമം. അപ്പൊ നമുക്ക് എന്താ അതിന്റെ മനസ്സിലാക്കേണ്ട അർത്ഥം? അതായത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തടി എന്ന് പറയുന്നത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഈ തടി ചെറുതാകുമോ വലുതാകുമോ ഉണ്ട്. അപ്പൊ അത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, അന്നത്തെ കാലത്ത് മനസ്സിലാകത്തില്ല. ഇത് അത് തന്നെയല്ലേ, എപ്പോഴും തടി അത് തന്നെയല്ലേ, അത് ചെറുതാകുമോ വലുതാകും ഒരമ്പോ രണ്ടോ മാറത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ 2 തടിയാണെന്നുണ്ടെങ്കിൽ ഈ 2 തടിയുടെ കോൺട്രാക്ഷനും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതൊരു വളയലും ഇതിലും ഇതൊക്കെ മാറും. അപ്പൊ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ പോയിന്റ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് പകരമായിട്ട് അവിടെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ലോഡായിട്ട് ആക്ട് ചെയ്യും, അവിടെ ക്രാക്ക് ഉണ്ടാകുകയും അത് നമുക്ക് അതിന് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് ഒരേ തടികൾ മാത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തിലേക്ക് വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് സ്ത്രീകളിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ നേരത്ത് ഇതൊരു ഗ്യാപ്പ് ഉണ്ടാവും വെച്ചു. നമ്മൾ ഡോറിനോ അല്ലെങ്കിൽ ആ ഡോറും നമ്മൾ കട്ടലും കൂടെ വെക്കാൻ നേരത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാവും വെച്ചു.
ഇപ്പൊ പണ്ടത്തെ കുറ്റിയും കൊളുത്തും വെച്ചിട്ട് വെളിയിൽ നിന്നൊരു പുരുഷൻ വന്നിട്ട് ഒരു തട്ട് കെട്ടി കഴിഞ്ഞാൽ അവൻ അകത്ത് കയറാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഡ്രസ്സ് മാറുന്ന സമയത്തേക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റും. അതൊക്കെ പറയുന്ന ആർക്കാ? സ്ത്രീക്കാണ് ചീത്തപ്പേര്. അതുകൊണ്ടാണ് പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇതേ ഒരേ തടിയിൽ ചെയ്യാവുള്ളൂ, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ അശുദ്ധി ഉള്ളവളുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ പോയിട്ട് നിങ്ങൾ ഇത് ചെയ്യാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീ അശുദ്ധി ഉള്ളവളാകുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? എല്ലാവരും ക്ലിയർ ആണ്? ക്ലിയർ ആണ്, ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യോ? ക്ലിയർ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരൊന്ന് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ നിയമം. ഇപ്പൊ ഫസ്റ്റിലത്തെ പോയിന്റുകൾ പറയുന്നത് സയൻസാ. ഞാൻ ഈ പറഞ്ഞില്ലേ, ആ തടി ഒരേ തടി കൊണ്ട് ചെയ്യാവുള്ളൂ, അത് കറക്റ്റാ. അത് ഇപ്പോഴത്തെ കാലത്താണെങ്കിലും എപ്പോഴത്തെ കാലത്താണെങ്കിലും കറക്റ്റാ. രണ്ടാമത് പറഞ്ഞ സാധനം, ആ വീട്ടിലെ സ്ത്രീ അശുദ്ധി ഉള്ളവളാകുന്നു, അല്ലെങ്കിൽ അത് പ്രശ്നമുള്ളവളാകുന്നു, അങ്ങനെ പറയുന്നതൊക്കെ അന്ധവിശ്വാസമാണ്. അത് നിങ്ങൾ നോക്കരുത് എന്നാണ് ഞാൻ ഇപ്പോഴും പറയണത്, എപ്പോഴും പറയണത്, ഇതും ചെയ്യണത്. അപ്പൊ ഈ രണ്ടാമത്തെ പോയിന്റിലുള്ള രീതിയിലുള്ള ആൾക്കാർ വന്ന് നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും ആയിരിക്കും ഈ ആൾക്കാർ കേൾക്കുന്നത്, ഉയ്യോ വാസ്തു എന്ന് പറഞ്ഞ അന്ധവിശ്വാസമാണ്, അതാണ് ഇതാണെന്നുള്ളത്. അപ്പം ഞാൻ എതിരാണ്, പക്ഷെ സയൻസിന് അനുകൂലമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും എതിരുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ പറയാം. ഒന്ന് പറഞ്ഞാല് വാസ്തുവിന് അന്ധവിശ്വാസപരമായിട്ട് പേടിപ്പിക്കുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പ്, അതിന് ഞാൻ എതിരാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വാസ്തു എന്ന് പറഞ്ഞാൽ വിദ്യാധാരണയാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, അതിനും ഞാൻ എതിരാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടിനും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഞാൻ കിടക്കണം. ഞാൻ എന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഈ രീതിയിൽ നമുക്ക് വാസ്തുവിന്റെ സയൻസും നോക്കണം, അതുപോലെ തന്നെ വാസ്തുവിലെ അന്ധവിശ്വാസം നമ്മൾ നോക്കുകയും ചെയ്യരുത്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മിസ്റ്റർ പ്രമോദിന്റെ സൗണ്ടിന്റെ പ്രശ്നമാണ്. ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും ഓക്കെ എന്നാണ് പറയുന്നത് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്താണ്. യെസ്, ഞാൻ കാട് കയറി പോകണ്ട എന്ന് വിചാരിച്ചാണ് വന്നത്. ഓക്കെ, അടുത്ത് നമ്മുടെ ആ അളവുകളിലേക്ക് വന്നാണ്. പിന്നെ അടുത്ത് നമ്മുടെ കിണറും കാര്യങ്ങളും. കിണറിൽ ഞാൻ ഒരു ജസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കിണറിന്റെ പൊസിഷനും കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ ഈ ഒരു ഭാഗം അതിന് രാശി തിരിച്ചാണ്, രാശിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പറയാം. കനിരാശി എന്ന് പറയുന്ന രാശി എങ്ങനെയാ വന്നതെന്ന് അറിയാമോ? കനിരാശി നമുക്ക് 12 മാസമാണല്ലോ. നമ്മൾ ഇതിനെ രാശിചക്രമായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഓക്കെ, ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ മേടം. കളർ മാറ്റിയിടാം. മേടം, എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇങ്ങനെയാണ് നമ്മുടെ 12 മാസം വരുന്നത്. ഓക്കെ, അപ്പൊ 12 മാസത്തിനകത്ത് നമുക്ക് കിണറിന്റെ സ്ഥാനം എടുക്കുന്നത് ഫസ്റ്റ് പോർഷൻ ഇവിടെയാണ്, സെക്കൻഡ് ഇവിടെയാണ്, തേർഡ് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് വാസ്തുവിന്റെ കേസിൽ നമുക്ക് കനിരാശി എന്ന് പറഞ്ഞ രാശിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞേക്കണത് നമുക്ക് കിണർ ചെയ്യാൻ നേരത്ത് നമുക്ക് മീനൻ രാശിയാണ് ഏറ്റവും നല്ലത്, അത് കഴിയുമ്പോൾ ഈ മേടം അല്ലെങ്കിൽ കുംഭമാണ് എടുക്കാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 രാശികളെ പറ്റി, അങ്ങനെ 5 രാശികളെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. കനിരാശി എന്നുള്ളൊരു വാക്കോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു രീതിയോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെന്താ പറ്റുന്നത്, ഇത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്ക് വാസ്തുവിന്റെ ടെക്സ്റ്റുകളും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും അവർക്ക് അറിയാവുന്ന ജ്യോതിഷപ്രകാരമായിട്ടുള്ള കാര്യങ്ങളെ നേരെ ഇതിലേക്ക് എടുത്തു. അപ്പൊ എടുത്തപ്പോഴത്തേക്കും തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറഞ്ഞേക്കുന്ന പോയിന്റുകളെല്ലാം എടുത്ത് അങ്ങോട്ടാക്കി കനിരാശിയിലേക്കായി. കനിരാശി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ ലെങ്തിന്റെ 4 അർത്ഥം. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഒരു 20 മീറ്റർ ഉണ്ടെങ്കിൽ ആ 20 മീറ്ററിന്റെ 4 എന്ന് പറയുമ്പോൾ 5 മീറ്റർ ആണ് കനിരാശിയായിട്ട് പോണത്. അതേസമയം ശരിക്കും പറഞ്ഞാല് വാസ്തുവിന്റെ അകത്ത് പറഞ്ഞ ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു, 9, 9, 81 പദകൽപ്പന പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 9 വരുന്ന ഭാഗം, 20 ഭാഗം 9 എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പറയുന്ന കഥകൾ മൊത്തം എടുത്തിട്ട് അവർ കന്നിരാശിയിലേക്ക് ആക്കിയിട്ട് കന്നിമൂലയിലെ പ്രശ്നം എന്ന് പറഞ്ഞ രീതിയിലേക്ക് വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ആ ടോട്ടൽ നീളത്തിന്റെ ആ 9 വരുന്ന ആ ഒരു പോയിന്റാ, അവിടെയാണ് നോക്കേണ്ടത്. അല്ലെ ടോട്ടൽ നീളത്തിന്റെ 10 100 പദകൽപ്പനയാണെങ്കിൽ 100, അല്ലെ 8 64 64. അപ്പൊ അങ്ങനെയാണ് പദകൽപ്പന വരുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് പോകണ്ട. ആ പോയിന്റിൽ വരുന്നത്, അതായത് 9 പോയിന്റ് ടോട്ടൽ ലെങ്തിന്റെ 9 പോയിന്റ് വരുന്നതിന് പകരമായിട്ട് ടോട്ടൽ ലെങ്തിന്റെ 1/4 നമുക്ക് പാടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ കന്നിരാശി അല്ലെ കന്നിമൂല വന്നതോടുകൂടി വന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മാറുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളും പോയി കഴിഞ്ഞാൽ കന്നിമൂല എന്ന് പറയുന്ന സാധനമോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് പിന്നീട് നമുക്ക് ഉണ്ടായി നമ്മൾ ഈ ജ്യോതിഷം കൂടെ ചെയ്യുന്ന ആൾക്കാരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു നാട്ട് നടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, 7:58 ഇനി ഞാൻ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ ടോപ്പിക് ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
8 മണിക്കുള്ളിൽ നമുക്ക് 10 ടോപ്പിക്ക് തീർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. ക്വസ്റ്റ്യൻസിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്കൊരു അരമണിക്കൂർ ഉണ്ടാവുള്ളായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. പെർ ഹെഡ് എല്ലാവർക്കും ഒരു 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം 8:30 വരെ ആയിരിക്കും നമ്മുടെ സെഷൻ ഉണ്ടാവുക. സോ എല്ലാവരും 2 ക്വസ്റ്റ്യൻസ് കൃത്യം 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഇത്രയും നേരം ഞാൻ 10 പോയിന്റ് പറഞ്ഞത് എല്ലാവരും ക്ലിയർ ആയോ? എന്തെങ്കിലുമൊക്കെ നോളജ് നിങ്ങൾക്ക് കിട്ടിയോ? പുതിയ എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടിയോ? മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? യെസ്, അതെയോ? സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നോ? ഈ 10 പോയിന്റിൽ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകാതെയോ അല്ല കുറച്ചുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ലൈക്ക് വരലേക്ക് വരാം. ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഈ 10 പോയിന്റിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ. സാറേ, അടുക്കളയുടെ കാര്യം പറഞ്ഞില്ലേ, അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ശരി. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏത് ദർശനം ഏതാണെങ്കിലും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാല് ഇതിനകത്ത് സ്ഥാനം നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ കിഴക്കാണെന്ന് വിചാരിച്ചു, നമ്മുടെ തെക്ക്, നമ്മുടെ പടിഞ്ഞാറ്, ഇത് നമ്മുടെ വടക്ക്. നമുക്ക് ഇവിടെ ദർശനം എന്നുള്ള ഭാഗത്ത് നമുക്ക് റോഡ് കൊടുക്കുകയാണ് കേട്ടോ. 4 സൈഡിലുള്ള റോഡ് കൊടുക്കുകയാണ്. അപ്പൊ ഏത് ദർശനമാണെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് വേണം അടുക്കള കൊടുക്കാനായിട്ട്. അപ്പൊ പടിഞ്ഞാറെന്നുള്ള ആൾക്ക് നോക്കുമ്പോഴത്തേക്കും വടക്ക് പടിഞ്ഞാറ് തൊട്ട് ഇങ്ങനെയുള്ള ഭാഗത്ത് നമുക്ക് അടുക്കള കൊടുക്കാം. തെക്കുവശത്ത് നോക്കുമ്പോഴത്തേക്കും അവർക്ക് വടക്കേ വെങ്ങിനത്തെ കിഴക്കുവശത്ത് കൊടുക്കാം. കിഴക്കേ ഫ്രണ്ട് വരുന്ന ആൾക്ക് ഈ ഫ്രണ്ടിലത്തെ കൊടുക്കാം. വടക്കേ വരുന്ന ആൾക്ക് കൊടുക്കാം. എല്ലായിടത്തും ഈ വടക്ക് കിഴക്കെന്നുള്ള ഈ ഒരു പോർഷൻ തന്നെയാണ് നല്ലത്. അതിനകത്ത് വാസ്തുവിന്റെ അകത്ത് ഫസ്റ്റ് എന്താ, സെക്കൻഡ് എന്താ, തേർഡ് എന്തെന്നുള്ളതല്ല. അതിനകത്ത് പറഞ്ഞേക്കുന്നത് ആദ്യം വടക്കിഴക്കെന്നോ അല്ലെ രണ്ടാമത് തെക്ക് കിഴക്കെന്നോ അങ്ങനെയല്ല. അതാണ് നമ്മുടെ ഒരു മക്കളുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ആള് ഒരാളുടെ പേര് പറഞ്ഞു, രണ്ടാമത്തെ ആളുടെ പേര് പറഞ്ഞു, മൂന്നാമത്തെ പേര് പറഞ്ഞു, നാലാമത്തെ പേര് പറഞ്ഞു, അഞ്ചാമത്തെ പേര് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഇതിനകത്ത് ആദ്യം പറഞ്ഞ ആൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് എൻ്റെ അർത്ഥം. 5 മക്കളുടെ പേര് പറഞ്ഞ 5 മക്കളുടെ ഇതെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ആദ്യം വടക്കിഴക്ക് എന്നല്ല പറഞ്ഞേക്കണേ. വടക്കിഴക്കാവാം, തെക്ക് കിഴക്കാകാം, വടക്ക് പടിഞ്ഞാറാവാം, കിഴക്ക് വശത്താകാം, വടക്ക് വശത്താകാം. ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പറഞ്ഞത് വടക്കിഴക്ക്, അത് കഴിയുമ്പോഴത്തേക്ക് തെക്ക് കിഴക്ക്, അത് കഴിയുമ്പോൾ വടക്ക് പടിഞ്ഞാറ്, അത് കഴിയുമ്പോൾ കിഴക്ക്, അത് കഴിയുമ്പോൾ വടക്കെന്നുള്ളതാണ്. പക്ഷേ ഇത്രയും ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമുക്ക് ചെയ്യുന്നതിനകത്ത് ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കിഴക്ക് അല്ലെങ്കിൽ വടക്കെന്നുള്ള എനർജി കിട്ടുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് ജലം കൊടുത്ത് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് അതുപോലുള്ള ആളുകൾക്ക് മരണം എന്നുള്ള ശ്രേണിയിലുള്ള അളവുകൾ കൊടുക്കാതിരിക്കുക, പറ്റുമെന്നുണ്ടെങ്കിൽ അപകടമൊക്കെ കൂടെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് ചെയ്യുന്ന നല്ലതാണ്. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ സർ, നമുക്ക് Q&A സെഷനിലേക്ക് പോകാം. സെപ്റ്റി ടാങ്കിന്റെ പൊസിഷന്റെ കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം നമുക്ക് Q&Aയിലേക്ക് പോകാം. ഓക്കെ, സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് വീട് വാസ്തുമണ്ഡലം എടുത്ത് വെച്ചു. ഈ വാസ്തുമണ്ഡലത്തിനകത്ത് നമ്മൾ വീട് എടുത്തു വെച്ചു. വീടെടുത്തു കഴിഞ്ഞാൽ ഇത് 4 കോർണറുകൾ. ഈ 4 കോർണറുകളിൽ ഒരു കാരണവശാലും സെപ്റ്റി ടാങ്ക് കൊടുക്കാൻ പാടില്ല. ഈ 4 കോർണറുകളിൽ സെപ്റ്റി ടാങ്ക് കൊടുക്കാൻ പാടില്ല എന്നല്ല വിധി. 4 കോർണറുകളിൽ അശുദ്ധി വരാൻ പാടില്ല എന്നാ വിധി. എന്നുവെച്ചാൽ വാസ്തുപ്രകാരം 4 കോർണറും ശുദ്ധമായിട്ട് കിടക്കണം എന്ന് പറഞ്ഞാൽ അശുദ്ധി വരാൻ പാടില്ല. സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് ഒരു അശുദ്ധിയായിട്ട് കണ്ടുകൊണ്ട് അവിടെ പാടില്ലെന്ന് പറഞ്ഞാൽ ഏത് നിയമത്തിലാണോ അവിടെ സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ല എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആൻസർ ഞാൻ പറഞ്ഞു. കാരണം നമ്മളിവിടെ നിർമ്മിച്ചിട്ട് അവിടെ കൊണ്ട് സെപ്റ്റി ടാങ്ക് നിർമ്മിക്കുന്നതൊന്നും അന്നത്തെ കാലത്തുള്ള ആളുകൾ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് അശുദ്ധി വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അശുദ്ധി വരുന്ന പ്രശ്നങ്ങൾ വെച്ചാൽ ഈ 4 കോർണറും അശുദ്ധി വരാൻ പാടില്ല, ഈ സെന്റർ ഭാഗത്തും അശുദ്ധി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സെന്റർ ഭാഗവും 4 കോർണറുകളും നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് നമുക്ക് കൊടുക്കാൻ നേരത്തേക്ക് ഇപ്പൊ നമ്മുടെ കിഴക്കുവശമാണെങ്കിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്കാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് വടക്ക് വശത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കിഴക്ക് വശത്ത് പടിഞ്ഞാറ് വശത്ത് കൊടുക്കാം. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് മൂല കൊടുക്കാൻ പാടില്ല, തെക്ക് കിഴക്ക് തെക്ക് വശത്തോ കിഴക്ക് വശത്തോ കൊടുക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം
തെക്കേ പറമ്പിൽ നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്മശാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചിടുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം സെപ്റ്റിക് ടാങ്കിന്റെ മുകളിൽ നമുക്ക് ശ്മശാനം ചെയ്യാനുള്ള ഇതില്ല. അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അടുത്ത് മൂന്നാമത് തെക്ക് പടിഞ്ഞാറ് മൂല ചെയ്യാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറിന് തെക്കോട്ടോ പടിഞ്ഞാറിന്റെ ഈ ഭാഗത്തേക്ക് ചെയ്യാം. അടുത്ത വടക്കിഴക്ക് മൂല ചെയ്യാൻ പാടില്ല. ഈ വടക്കിഴക്കിന്റെ ഇങ്ങോട്ടോ ചെയ്യാം. പക്ഷെ തൊട്ടടുത്തുള്ള കിണറുമായിട്ട് ഒരു കാരണവശാലും 7.5 മീറ്ററിൽ കൂടുതൽ ദൂരം ഉണ്ടായിരിക്കണം ആണ് പറഞ്ഞതിന്റെ അർത്ഥം. ക്ലിയർ ആയോ? സാറേ, ഗൃഹമധ്യ സൂത്രത്തിന്റെ നേരെ പിന്നെ ഈ സ്റ്റെയർ വരരുതെന്ന് പറഞ്ഞു. അന്നേരം അതിന് തടസ്സമില്ലാത്ത രീതിയിൽ വരാം, ആ ഭാഗത്ത് വരാൻ പറ്റുമോ? സർ, ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർഡർ അനുസരിച്ച് പോകാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ലൈക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ്സ് റേസ് ചെയ്യുക. നിങ്ങളുടെ സ്ക്രീനിൽ ഹാൻഡ് ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഒരു ഓർഡറിൽ നമുക്ക് ആൾക്കാരെ വിളിക്കും. സോ ആദ്യമായി ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു സാറാണ്. സാറിന് ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ. ഈ ബെഡ്റൂമില് തെക്കോട്ട് തല വെച്ച് കിടക്കുന്നതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നല്ലോ. തെക്കോട്ട് അതിന്റെ കാര്യം അതെ, തെക്കോട്ട് തല വെച്ച് കിടക്കാന്നല്ലേ പറഞ്ഞു ബെഡ്റൂമില്. അത് തെക്കോട്ട് നമ്മൾ സാധാരണ കിടക്കാറില്ലല്ലോ. അത് മോശമല്ലേ? സാധാരണ കിഴക്കല്ലേ കൂടുതലും. കിഴക്കാണ് ഫസ്റ്റ്. കിഴക്കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ എങ്ങോട്ട് കൊടുക്കുന്നത്? കിഴക്കല്ലെങ്കിൽ പിന്നെ നമ്മൾ പടിഞ്ഞാറ്. കിഴക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ തെക്കാണ് കൊടുക്കുന്നത്. തെക്കോട്ട് നമ്മൾ സാധാരണ ഈ മരണപ്പെട്ട് കഴിയുമ്പോൾ മാത്രമല്ല തെക്കോട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്തേ കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് എവിടെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് കിഴക്ക്, അത് കഴിയുമ്പോൾ തെക്ക്, അത് കഴിയുമ്പോഴത്തേക്കും പറ്റിയില്ലെങ്കിൽ മാത്രമാണ് പടിഞ്ഞാറ്. വടക്കോട്ട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്നാണ്. വടക്കല്ല, പടിഞ്ഞാറ് ഭാഗം. അതെ, പടിഞ്ഞാറ് ഒന്ന് ഈ കിഴക്കും തെക്കും പറ്റിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ പടിഞ്ഞാറ്. അതുപോലെ ഇതിന്റെ സ്ഥാനമാണ് സെപ്റ്റിക് ടാങ്ക് ഏത് തെക്ക് ഭാഗത്ത് പാടില്ലെന്നാ പറഞ്ഞു. സെപ്റ്റിക് ടാങ്ക് ആണ് ഞാനിപ്പോ കാണിച്ചത്. 4 കോർണറും സെന്റർ ഒഴിവാക്കിയിട്ട് വടക്ക് പടിഞ്ഞാറ് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ചെയ്യാം ആണ് ഫസ്റ്റ് ഓപ്ഷൻ. അതായത് തെക്ക് വടക്ക് കോണിൽ വരാതിരുന്നാ പോരെ? സെന്ററിൽ വരുന്നതിന് കുഴപ്പമില്ലല്ലോ. 4 മൂലയിലും സെന്ററിലും കുഴി വരാൻ പാടില്ല. സെന്ററിൽ അതെങ്ങനെ ഒഴിവാക്കുക? അതല്ലേ പറഞ്ഞു, ഇവിടെ നമ്മൾ വന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സെന്ററിൽ കൂടെ പൈപ്പ് പോവാം, പക്ഷെ കുഴി വരാൻ പാടില്ല. ഞാൻ ചോദിക്കുന്ന ആ സെന്റർ അല്ല ഉദ്ദേശിച്ചത്. തെക്കും മൂലയ്ക്കും വടക്കും മൂലയ്ക്കും 2 മൂലയാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ നടുഭാഗത്തായിട്ട് സെപ്റ്റിക് ടാങ്ക് വരുന്നതിന് കുഴപ്പമുണ്ടോന്നാ ചോദിക്കുന്നത്. ഇവിടെ വരാൻ പാടില്ല, ഈ കോർണർ വരാൻ പാടില്ല. കുറച്ചും കൂടെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇതിന് ശരിക്കുള്ള കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്ഷൻ ആണ് പോകണമെങ്കിൽ വേറെ രീതിയിൽ നോക്കണേ. ഇത് മാത്രമല്ല നോക്കണേ, ഇതിനകത്ത് 45 ഡിഗ്രിയിലെ കർണാകാരമായിട്ടുള്ള ലൈൻ നോക്കിയിട്ട് ആ ലൈനിന്റെ അകത്ത് വേദം വരുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് നോക്കണം. പുതുതായിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന വീടുകളെങ്കിൽ നിങ്ങൾ ഈ 4 കോർണറും ഒഴിവാക്കി ചെയ്ത് കഴിഞ്ഞാൽ വാസ്തുകാരന്റെ നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഓക്കെ, 4 കോണ് ഓക്കെ, അത് ഒരിക്കലും സാധിക്കില്ല. ഞാൻ ചോദിക്കുന്നത് ഈ 2 കോണിന്റെ നടുക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നാ ചോദിക്കുന്നത്. ഇവിടെ മുകളിലല്ല, താഴെ ഈ ഇടത്തെ സൈഡ്. ഇവിടെയോ? അല്ലല്ല, ഈ 2 കോണുണ്ടല്ലോ. ഇതല്ലേ കോർണർ. ഈ കോർണറും ചെയ്യാൻ പാടില്ല. അതിനുശേഷം കറക്റ്റ് സെന്റർ വെച്ച് കഴിഞ്ഞാൽ സെന്ററിന് ഇപ്പുറത്ത് ഇവിടെയും ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അതായത് അപ്പം ഈ തെക്ക് ഭാഗത്ത് സെന്ററിൽ കൊടുക്കാൻ പറ്റില്ല എന്നാ ചോദിക്കും. അല്ല, തെക്ക് ഭാഗത്ത് സെന്ററിൽ ചെയ്യാൻ പറ്റില്ല. സെന്ററിൽ മാറിയിട്ട് തെക്ക് വശത്ത് ഇപ്പുറത്തോ ചെയ്യാം. തെക്ക് വശത്ത് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. ശ്മശാനമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാന്ന് പറഞ്ഞു. ഇതിന്റെ കറക്റ്റ് സെന്റർ ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കോണിൽ കൊള്ളാത്ത രീതിയിൽ ചെയ്യാം. ഓക്കെ സർ, അടുത്ത ആളിലേക്ക് പോവാം. ജോയൽ ആർ സർ, ചോദിക്കാം. ജോയലാൽ ആർ സർ.
സാർ കോൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ജോയിലാൽ സർ. ഹലോ ഓഡിബിൾ ആണോ? കേൾക്കാം. ഓക്കെ. എനിക്ക് ചോദിക്കുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ വാസ്തുമണ്ഡലം തിരിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോ നമ്മൾ ഈ അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് കന്നിമൂല എന്ന് പറയുന്ന, അതായത് വിട്ട് 15 മീറ്റർ ആണ്, ഏകദേശം 1.6 വരും. ആ കന്നിമൂല എന്ന് പറയുന്ന ഭാഗം വിട്ട് തെക്ക് വശത്ത് സെപ്റ്റിക് ടാങ്ക് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ ആ മൂല മാറിയാ നിൽക്കുന്നത്. 1.6 നാല് കോർണറും സെന്റർ ഒഴിവാക്കുന്ന സെപ്റ്റിക് ടാങ്ക് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കോർണർ എന്ന് വെച്ചാൽ ഡയഗണൽ, നേരത്തെ ഒരു കർണാകാരം നോക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ കർണാകാരം വിട്ട് നിൽക്കുവാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. പിന്നെ അത് കൂടാതെ നമ്മൾ വാസ്തുമണ്ഡലം കെട്ടിത്തിരിച്ചിട്ടുമുണ്ട്, അപ്പൊ അത് ഓക്കെ അല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഓക്കെ, അപ്പൊ അത് ഈ വാസ്തുമണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ ബ്രിക്ക് വെച്ചിട്ട് ഈ പ്ലോട്ടിനെ കെട്ടിത്തിരിക്കുന്നതാണ്, ഏകദേശം ഒരു 1.5 അടി പൊക്കത്തിൽ. അത് ഓക്കെ അല്ലേ? ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഈ ലിവിംഗ് റൂമിൽ 2 ഡോർസ് തമ്മിൽ എക്സാക്ട്ലി പാരലൽ ആവണം, അങ്ങനെ എന്തെങ്കിലും റൂൾ ഉണ്ടോ? എന്ന് വെച്ചാൽ ഈ കട്ടിളപ്പടികൾ തമ്മിൽ എക്സാക്ട്ലി പാരലൽ വരണം, അഭിമുഖമായിട്ടിരിക്കുന്ന 2 ഡോർസ്. ഡോറുകളുടെ സെന്ററുകൾ ഒരേ ലൈനിൽ വരാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. 2 ഡോറുകളുടെ സെന്ററുകൾ ഒരേ ലൈനിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. എക്സാക്ട് സെന്റർ ഒരേ ലൈനിൽ, ഒരു കട്ടിലയുടെ സെന്ററും അടുത്ത കട്ടിലയുടെ സെന്ററും ഒരേ ലൈനിൽ വരാൻ പാടില്ല. അത് കട്ടിളഭേദമാണ്. പക്ഷെ മറ്റൊരാള് പറഞ്ഞതേ അത് എക്സാക്ട്ലി സെയിം ആയിട്ട് വരണമെന്ന് പറഞ്ഞു, അപ്പൊ അതുകൊണ്ടായി സംശയം ചോദിച്ചത്. വരണം എന്ന് പറഞ്ഞാൽ വായുസഞ്ചാരത്തിന് വേണ്ടി ഗ്രഹസൂത്രത്തിനകത്തൂടെ നമുക്ക് വായു കയറി ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് ജനലുകളോ വാതിലുകളോ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിന്റെ സെന്ററുകളൊന്നും ഒരേ ലൈനിൽ വരാൻ പാടില്ല. അങ്ങനെ ഒന്നും അത് വേദമാണ്. വരാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നിന്റെ സെന്റർ വേറെ ഒന്നിന്റെ സെന്ററുമായിട്ട് ഒരിക്കലും ഒരേ ലൈനിൽ വരാൻ പാടില്ല. അത് കിണറിന്റെ ആണെങ്കിലും ഡോറിന്റെ ആണെങ്കിലും കട്ടലയുടെ ആണെങ്കിലും വീടിന്റെ ഗ്രഹസൂത്രമാണെങ്കിലും ഒന്നിന്റെ ഒരു സെന്ററും വേറെ ഒന്നിന്റെ സെന്ററുമായിട്ട് ഒരേ അലൈൻമെന്റ് വരാൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെ കട്ടലഭേദം എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ വേദം എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ഈ അടുക്കളയിലെ നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. സംഗീത അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സംഗീത മാം. സംഗീത മാം കോൾ ഉണ്ടെങ്കിൽ മാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ മൈക്കിന്റെ സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി മാം. ഓക്കെ മാം, കോൾ ഇല്ല എന്ന് കരുതുന്നു. അടുത്തത് പ്രമോദ് സോമരാജൻ സാർ ആണ്. പ്രമോദ് സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻ. സാർ, ഞാൻ ചോദിച്ചത്, എനിക്കൊരു സംശയം വന്നതേ, ഈ അഗ്നികോണിൽ കിച്ചൺ വരുന്നത് കൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ സാർ? ഇല്ല, കുഴപ്പമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ആണോ അതോ ഒന്നാമത്തെ ഓപ്ഷൻ ആണോ അഗ്നികോണിൽ വയ്ക്കുന്നത്? ശ്ലോകത്തിലെന്ന് പറയുന്നത് രണ്ടാമതാന്ന് മാത്രമല്ല, വടക്കിഴക്ക് തെക്കിഴക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തെക്കിഴക്ക് മാത്രമാണ് അവർ അടുക്കള കൊടുക്കുന്നത്. അതെ സാർ. പിന്നെ സെപ്റ്റി ടാങ്കിന്റെ പറഞ്ഞത് 4 കോണിലും സെന്റർ വിട്ടിട്ട് കോർണർ ഒഴിവാക്കി കൊടുക്കാമല്ലോ അല്ലേ? 4 കോണിലും കൊടുക്കാം, കുഴപ്പമില്ല. 4 കോർണറിലും കൊടുക്കാൻ പാടില്ല. അല്ല, കോർണർ വിട്ട് സെന്ററിന്റെ ഉള്ളിൽ കൊടുക്കാം. വാസ്തുമണ്ഡലത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. വാസ്തുമണ്ഡലം തിരിക്കുമ്പോൾ സാറേ, ഈ 4 ബോർഡറിന് വാസ്തുമണ്ഡലം തിരിക്കാനായിട്ട് ഇത്ര സെന്റിമീറ്റർ എന്ന് വല്ലതും ഉണ്ടോ? ഉണ്ട്. അതിനകത്ത് നമ്മൾ ടോട്ടൽ അതിന്റെ പദകൽപ്പന ചെയ്തിട്ട് 9 ആണെങ്കിൽ ഒരു സൈഡിൽ മിനിമം 9 കൊടുത്തിട്ട് പിന്നെ അതിന്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. 9 അല്ലേ? മിനിമം 9 വേണം കൊടുക്കാനായിട്ട്. 4 സൈഡിലോട്ട് ഒരേ വിട്ടാണെങ്കിലും കുഴപ്പമില്ല. അല്ല, ഒരു സൈഡിൽ 9 പിന്നെ അതിനേക്കാളും കൂടുതൽ വേണം കൊടുക്കാനായിട്ട്. കാരണം ഒന്നിന്റെ സെന്റർ വേറെ സെന്ററായിട്ട് ഒരേ വിലയിൽ വരാൻ പാടില്ല. പിന്നെ അതിനകത്ത് കൂട്ടിക്കൂട്ടി വേണം കൊടുക്കാനായിട്ട്. 4 സൈഡിൽ 4 അളവ് വരും. 4 സൈഡിലും 4 അളവായിരിക്കും. ഓക്കെ, താങ്ക് യു. സുമേഷ് കുമാർ സാറാണ്. സുമേഷ് സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ, കേൾക്കാമോ സാറേ? കേൾക്കാം. 2 കാര്യമുണ്ട് സാറേ. ഈ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ റൂമിന്റെ ഒക്കെ കണക്ക് നോക്കുന്നു, ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂമിനൊക്കെ കണക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഗ്രൗണ്ട് ഫ്ലോറിന്റെ അളവ് കൃത്യമാക്കിയിട്ട് ചെയ്യുക. 2ാം നിലയുടെ ഭിത്തിപ്പുറ അളവും കൃത്യമാക്കിയിട്ട് ചെയ്യുക. 2ാം നിലയിൽ നമ്മൾ ചെയ്യുന്ന താഴത്തെ അതേ ബെഡ്റൂമുകളും അതേ ഇതാണെങ്കിൽ ഓൾറെഡി താഴത്തെ അളവ് കൃത്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ കൃത്യമായിട്ട് വരും. അതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അളവും കൂടെ ബീം കൊടുത്തിട്ടാണെങ്കിലും അതും കൃത്യമാക്കി വേണം ചെയ്യാനായിട്ട്. 2 അളവിനും പറഞ്ഞില്ല, രണ്ടും 2ആയിട്ട് വേണം എടുക്കാനായിട്ട്. എടുക്കുക.
ചെറിയ 4 സെന്റർ പ്ലോട്ടാണ്. അപ്പൊ താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ, ബാക്കി ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ്. മോളില് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം വേണമെന്നാണ്. അപ്പൊ അത് 3-ന് നമുക്ക് ഇങ്ങനെ ഈ വാസ്തുപ്രകാരം കണക്ക് നിർബന്ധം ഉണ്ടോ എന്ന് അറിയാനാണ്. വാസ്തുവിന്റെ മരണം എന്നുള്ള ശ്രേണിയിലേക്ക് വരാൻ ഞാൻ പറയാം, അളവുകൾക്ക് 20% മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ പുതിയതായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുവിന്റെ അളവ് കൂടെ കൊടുത്തിട്ടാണ് ചെയ്യണത്. എന്താ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വാസ്തുപ്രകാരമുള്ള അളവുകൾ ഇട്ട് നമുക്ക് പുതുതായിട്ട് ചെയ്യാൻ നേരത്തെ പ്രശ്നങ്ങളില്ല. ഈ കോവിഡ് കാലഘട്ട സമയമായപ്പോഴത്തേക്കുണ്ടല്ലോ ഒത്തിരി ആളുകൾക്ക് EMI അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പൊ നമ്മുടെ ഈ വീട് നമ്മൾ ഒരു വിൽക്കാനായിട്ടുള്ള ഇതിലേക്ക് പോയപ്പോഴത്തേക്കും വാസ്തുവിന്റെ കംപ്ലൈന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പല ആളുകളുടെയും വീടുകൾ ആ മാർക്കറ്റ് വാല്യൂലെങ്കിലും താഴത്തേക്ക് പോയി. 1-2 പേര് കണ്ടിട്ട് അവർ വരുന്ന ആൾക്കാർ വാസ്തുവായിട്ടായിരിക്കും വന്നത്. അവർ വന്നിട്ട് പറയും ഇത് പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ നാട്ടിൽ മൊത്തം പാരായി. എത്രയോ ആൾക്കാർ കോവിഡ് സമയത്ത് എന്നെ വിളിച്ചെന്നറിയോ, ഇതിപ്പോ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമാക്കിയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലാണെങ്കിലും നമ്മുടെ മക്കളുടെ കാലഘട്ടമാണെങ്കിലും അവർ നമ്മളെ ശപിക്കാതെ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ട അവസ്ഥ വന്നാലും അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ വാസ്തുവിന്റെ പ്രശ്നം കൊണ്ടല്ല, നിങ്ങൾക്ക് റീസെയിൽ വാല്യൂവിന്റെ പ്രശ്നമുണ്ടാവും. സാർ, രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ ഈ ലിവിംഗ് റൂം ഒക്കെ സൈഡ് ഓപ്പൺ ആക്കിയിട്ട് പാഷ്യോ പോലെ ഇപ്പൊ കവർ ചെയ്തെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ബൗണ്ടറി വാളിലോട്ട് അത് കണക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നമുക്ക് പിശാച് വിധി പറഞ്ഞാൽ പിശാച് വിധിയായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു നിർമ്മാണ പ്രവൃത്തിയും പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബൗണ്ടറി ആ വാളില് പില്ലർ ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബൗണ്ടറി അങ്ങോട്ട് മാറുന്നാണ് പറയുന്നത്. അങ്ങോട്ട് മാറുന്നത്. അപ്പൊ ബാക്കിൽ നമ്മൾ വർക്ക് ഏരിയ എടുത്താലും അതും ഈ കിച്ചൺ പുറത്ത് വാള് വരെ എടുക്കാൻ പറ്റില്ല. മതിലുമായിട്ട് മുട്ടിക്കാൻ പാടില്ല. പെർമിഷൻ കിട്ടത്തില്ല. അല്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ. അത് ചെയ്യാം. അങ്ങനെ നമ്മൾ മുട്ടിപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ കിണറ്റിലേക്ക് വെള്ളം വരത്തില്ല. അങ്ങനെ പല പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞത്. അപ്പൊ വാസ്തുവിന്റെ നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് നിയമങ്ങള് വാസ്തുവിന്റെ നിയമപ്രകാരം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിയമം ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പറ്റത്തില്ല. ശരി ശരി, താങ്ക് യു സർ. താങ്ക് യു. അടുത്തത് സംഗീത മാം ആണ്. കിട്ടാൻ ചാൻസ്. സാർ, എനിക്ക് 2 ക്വസ്റ്റ്യനുള്ളൂ. സാറ് കേൾക്കാമോ? കേൾക്കാം. സാർ, ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് പറഞ്ഞത് സാറ് സ്ക്വയർ ആയിട്ടുള്ള വീട് വരച്ച് പ്ലോട്ടും വരച്ചു, അതിന്റെ നടുക്ക് സ്ക്വയർ ആയിട്ടൊരു വീടാ വരച്ചത്. അപ്പോ നമുക്ക് പറമ്പ് കൂടുതലുണ്ടെങ്കിലോ? നമുക്ക് പറമ്പ് കൂട്ടണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വാസ്തുമണ്ഡലം എടുത്താൽ പോരെ. മൊത്തം എടുക്കണം നിർബന്ധമല്ലോ. എടുക്കുന്ന വാസ്തുമണ്ഡലം കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ അർത്ഥം. നമുക്ക് അത്രയും വാസ്തുമണ്ഡലം കൂടെ എടുത്തെങ്കിൽ അത്ര എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ വാസ്തുമണ്ഡലം സെപ്പറേറ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ ഈ കണക്കുകൾ നോക്കാൻ, അല്ലെ? ഈ കോർണറുകളും മറ്റും അത് ചെയ്യണമെന്നല്ല. എപ്പോഴും നമ്മുടെ ആ വീടും ആ വാസ്തുമണ്ഡലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ മൊത്തം പറമ്പെടുത്ത് ചിലപ്പോൾ നമുക്ക് എല്ലാ കോർണറുകളും വൃത്തിയായിട്ടോ ശുദ്ധമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നമ്മളും ഈ വാസ്തുമണ്ഡലം എടുക്കുന്നതിന് ഒരു കണക്കുണ്ടല്ലോ, അല്ലെ? മിനിമം 9 എന്തെങ്കിലും വേണം. ടോട്ടൽ ആ വാസ്തുമണ്ഡലത്തിന്റെ ലെങ്തിന്റെ മിനിമം 9 എന്തെങ്കിലും വേണം. മിനിമം 1/9. മാക്സിമം എത്ര വരെ വേണമെങ്കിലും ആകാവോ വീടിന്റെ ഇതിനനുസരിച്ച്? 9 കൂടി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും. ഓക്കെ, ശരി. സാർ, വേറൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ സ്റ്റെയർ ചെയ്യുമ്പോൾ അത് ക്ലോക്ക് വൈസ് തന്നെ ആ സ്റ്റെയർ കയറി പോകുന്ന വിധം ചെയ്യണമെന്ന് ഉണ്ടോ വാസ്തുവില്? ആന്റി ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസിലായെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ നിലവിലുള്ളത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് പൊളിച്ചിട്ട് ക്ലോക്ക് വൈസ് ആക്കണം എന്നൊരു നിയമമില്ല. ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് ബലമുള്ള കൈ വലത്തെ കൈയാണ്, നമ്മൾ വലത്തെ കൈ കൊണ്ട് പിടിച്ച് കയറി പോവുകയും കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പ്രായമായി കഴിഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. മറ്റേ ആകുമ്പോഴത്തേക്കും നമുക്ക് ബലം കുറഞ്ഞ കൈ കൂടെ നമ്മൾ കയറി പിടിച്ച് പോകണം. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിച്ചും കാണും പോയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴെ വീഴും. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, അല്ലേ? അല്ല, നിങ്ങൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ചെയ്തേക്കണ സ്റ്റെയർ കേസ് ഇടിച്ചു പൊളിച്ചിട്ട് ക്ലോക്ക് വൈസ് ആക്കണം എന്നൊരു നിയമമില്ല. ഇല്ല, ഇപ്പൊ കെട്ടാൻ പോകുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ചോദിച്ചത്. കെട്ടാൻ പോവുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് അവസാനം ഞാൻ പറഞ്ഞേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാസ്തുപ്രകാരം നമ്മൾ ചെയ്യുന്നോർത്ത് നമുക്ക് ഒരു കാരണവശാലും നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല. തെറ്റുകൾ വെച്ചാൽ നമുക്ക് മറ്റേ മദ്യവിഷമാണെന്ന് പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ചെയ്തില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റാ. ഒരു 20 കൊല്ലോ അല്ലെങ്കിൽ 30 കൊല്ലോ ചിലപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടുള്ള രീതിയിലേക്കായിരിക്കും നിങ്ങൾ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സെയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു സ്ഥലം കിട്ടി, നല്ലൊരു സ്ഥലം കിട്ടി, അപ്പൊ നമുക്ക് അവിടെ വീട് പുതിയ നിർമ്മിക്കാനുള്ള സാമ്പത്തികം പ്രോപ്പർട്ടി വാല്യൂ കുറയും. മനസ്സിലായി സാർ. വാസ്തു കംപ്ലൈന്റ് ആകുമ്പോഴത്തേക്കും പ്രോപ്പർട്ടി വാല്യൂ 2 പേര് വന്ന് കരക്കമ്പി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാല്യൂ അല്ലേ പോകും.
ഓക്കെ സർ, ഓക്കെ. അടുത്ത ആളിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാറ്റ് ബോക്സിൽ സെഷന്റെ ഒരു പോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സെഷൻ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ സാറേ ഒരു ചോദ്യം ചോദിക്കട്ടെ. പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ആദ്യം ചോദിച്ചതായിരുന്നു സാറേ, ഗൃഹമത്തി സൂത്രത്തിന് നേരെ സ്റ്റെയർ വരുന്ന. ഓക്കെ സർ, ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് സെഷൻ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് പോൾ ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ഹാൻഡ്സ് റേസ് ചെയ്യണമെന്നേയും റിക്വസ്റ്റ് ചെയ്യാണ്. അർജുനൻ സർ, ഹാൻഡ്സ് ഒന്ന് റേസ് ചെയ്തതിനു ശേഷം സംസാരിക്കാൻ നോക്കുക. കാരണം നമ്മൾ ഹാൻഡ്സ് റേസ് എനിക്കൊരു അവസരം തന്നാൽ മതി. സാർ ഹാൻഡ് ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ ആ ഒരു ഓർഡറിൽ സാറിനെ കോൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് അടുത്തത് ലൈനിലുള്ളത് സുധീർ PR സാറാണ്. സുധീർ സാർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാറേ നമസ്കാരം. സാറേ എൻ്റെ സംശയം, നമ്മൾ പണ്ടെല്ലാം നമ്മുടെ വീടുകളും 4 കെട്ട് വീടുകളായിരുന്നു. ഇപ്പം വീടിന് തിരിച്ച് ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ശരിക്കും ആ 4 കെട്ടും ഇന്നർ കോട്ടിയാടും ഒക്കെ ആയിട്ടുള്ള വീടുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ അത് ശരിക്കും ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ചൂട് കുറയ്ക്കാനും എല്ലാം കൊണ്ട് നല്ലതല്ലേ? അതുകൊണ്ട് എസ്റ്റിമേറ്റ് കൂടുന്നുണ്ടോ? പ്രശ്നമാവോ അത്? 4 കെട്ട് ചെയ്യുന്ന കുഴപ്പമില്ല. 4 കെട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒത്തിരി വീടുകളുണ്ട്. ഇപ്പൊ 4 കെട്ട് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ 4 കെട്ടല്ല. 4 കെട്ടിന്റെ 9 തരം 4 കെട്ടുകളെ പറ്റി പുസ്തകങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. ആ 4 കെട്ടും 4 കെട്ടുകൾക്കും 4 വിസ്താരം കൃത്യമായിട്ട്, ഇപ്പൊ കിഴക്കനാണ് കിഴക്കിന്റെ വിസ്താരം, തെക്കനാണ് തെക്കിന്റെ വിസ്താരം, പടിഞ്ഞാറിന്റെ വിസ്താരം, വടക്കിന്റെ ആ വിസ്താരം കൽപ്പിച്ച് അത് കൃത്യമാക്കിയിട്ട് അതാത് യോനി സംഖ്യയിലുള്ള കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് 4 കെട്ട് സമ്പ്രദായം. ആ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരേ ക്വാണ്ടിറ്റി ഉണ്ടാവും, ഒരേ തറയോടുകൂടി ഒരേ വാർപ്പോട് ഒറ്റയടിക്ക് വാർത്തെല്ലാം കൃത്യമാക്കി ചെയ്യും. അതിന്റെ അകത്ത് നമ്മളൊരു കോട്ടിയാട് അല്ലെ കുഴിയങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് 4 കെട്ടല്ല, ഏകശാലയ്ക്കകത്തുള്ള കോട്ടിയാട് എന്നുള്ള കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. 4 കെട്ടായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ വേണം ചെയ്യണത്. അത് പണ്ടത്തെ രീതിയിൽ ചെയ്യണതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ള ഓവും കാര്യങ്ങളും കൊടുത്ത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീടിന്റെ അകത്തേക്ക് തന്നെ വെള്ളം കയറി പോയിട്ട് ഫ്ലോപ്പായിട്ട് പോയിട്ടുള്ള ഒത്തിരി ഇതുകളുണ്ട്. അപ്പൊ നിങ്ങളത് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ചെയ്യുന്ന ആൾക്കാരുടെ ഒന്ന് കണ്ടിട്ട് സൈറ്റിൽ നിന്ന് കണ്ടിട്ട് അവരുടെ ഓക്കെ ആണ്, നിങ്ങൾക്ക് അവരുടെ റിവ്യൂ കൂടെ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സാറേ അപ്പൊ ഇത് എസ്റ്റിമേറ്റ് ഒത്തിരി വ്യത്യാസം വരുമോ നമ്മൾ ഈ ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട്? ഇല്ല, എസ്റ്റിമേറ്റിൽ പ്രശ്നം കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും നടത്തില്ല. ഒരു കുഴിയങ്ങണം കൊടുക്കുന്ന ഓർത്താൽ അതിന്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കോട്ടയാടി ചെയ്യണം, അങ്ങനെ കുഴിയങ്ങണം ചെയ്യണം. വടക്കിഴക്കിലേക്ക് വേണം നമ്മുടെ കോട്ടയാടിന്റെ സെന്റർ വരാനായിട്ട്. ഓക്കെ സർ, അടുത്ത ആളിലേക്ക് പോകാം. രാജൻ മണകുണിപ്പറമ്പിൽ ആണ് സർ. സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബാക്കിയുള്ളവർക്ക് അവസരം ചെയ്യാണ്. ഓക്കെ സാർ, അടുത്ത ആളിലേക്ക് പോകാം. ബിനിൽരാജ് അനിരുദ്ധൻ സർ. ബിനിൽരാജ് സാറിന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാർ, നമുക്ക് വീട് വെക്കുമ്പോൾ റെക്ടാങ്കിൾ ഷേപ്പ് തന്നെയാണോ വീട് വെക്കേണ്ടത്? അതായത് പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, നമുക്ക് കട്ടിങ്ങുകൾ കൊടുക്കാം, ചില സ്ഥലങ്ങൾ കൊടുക്കാം. ഇപ്പൊ തെക്ക് വശത്ത് പടിഞ്ഞാറ് വശത്ത് നമ്മൾ കട്ടിങ് കൊടുക്കാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് ചതുരത്തിൽ കൊടുക്കാന്ന് വെച്ചാല് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കയറ് കെട്ടി കൃത്യമായിട്ട് നമ്മൾ വനം മാന്തി കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനും സാധ്യതകളൊക്കെ പറ്റാത്ത കാലത്ത് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ചെയ്യുന്ന ആൾക്ക് കുഴപ്പമില്ല. പക്ഷെ അതനുസരിച്ച് ആ കട്ടിങ്ങുകൾക്ക് സ്ഥാനമുണ്ട്. അത് സ്ഥാനം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ആ കട്ടിങ്ങിൽ ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഇപ്പൊ പല നല്ല ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത്തിരി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഷേപ്പും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഒരേ അലൈൻമെന്റും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോസ്റ്റ് വൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കട്ടിങ് കൊടുക്കാം, പ്രൊജക്ഷൻസ് കൊടുക്കാം. അത് ഓരോ ദർശനത്തിനനുസരിച്ചും അതിന്റെ സ്ഥാനത്തിനനുസരിച്ചും മാറ്റങ്ങളുണ്ട്. ഇപ്പം ഒരു കാരണവശാലും നിങ്ങൾ തെക്ക് പടിഞ്ഞാറോ അങ്ങനെയുള്ള ഭാഗത്തൊന്നും കട്ടിങ്ങുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മൾ ഇറങ്ങുന്ന വാട്ടർ ഫ്രണ്ടേജിലേക്ക് ഇറങ്ങുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, വാട്ടർ ഫ്രണ്ടേജ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് ഇപ്പൊ വടക്കുവശത്തോ കിഴക്കുവശത്തോ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ രീതിയിലുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അത് പ്ലാനും കാര്യങ്ങളും കണ്ടാലേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. കുഴപ്പമുണ്ടോ കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. വടക്കുവശത്തേക്ക് അത്രയും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സർ,
അടുത്തത് അർജുനൻ കൊല്ലം സാറാണ്. സാറിന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അർജുനൻ കൊല്ലം സാർ. സാറേ, ഗൃഹമധ്യ സൂത്രത്തിന് നേരെ, അതായത് ബ്രഹ്മസൂത്രത്തിന് പടിഞ്ഞാറ് വശത്ത് സ്റ്റെയർ വരുമ്പോൾ 1 മീറ്റർ സ്റ്റെയറാ. അന്നേരം ആ ഗൃഹമധ്യത്തിന് ഇടത് സൈഡിലോട്ട് 1 മീറ്റർ മാറ്റി മേളിൽ ജനലിന്റെ മേളിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അവിടുന്ന് ഒരു 1/2 മീറ്റർ മാറി തിരിച്ച് ഇങ്ങോട്ട് മേളിൽ കയറുക 1 മീറ്ററിൽ. അതിന് തകരാറുണ്ടോ എന്നുള്ളത്. നമ്മൾ സാധാരണ വെക്കുന്ന ജനല് ആ ജനല് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ജനലിന്റെ മുകളിലൂടെ താഴത്തോടെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ട്, നോക്കണേ. നമ്മള് ഗൃഹമധ്യ സൂത്രത്തിന്റെ അവിടെ ഒരു ജനല് വെച്ച് കഴിഞ്ഞാൽ ആ ജനലിന്റെ മുകളിലൂടെയോ താഴത്തോടെയോ സ്റ്റെയർകേസ് വരുന്നതിന് കുഴപ്പമില്ല, അതിന്റെ ഇടയിൽ കൂടെ സ്റ്റെയർകേസ് വരാൻ പാടില്ല. സാറേ, ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അതായത് ലെഫ്റ്റ് സൈഡിൽ 1 മീറ്ററിൽ മേളിലോട്ട് പോകുന്നു. ഞാൻ നമ്മള് ബ്രഹ്മസൂത്രത്തിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. ഗൃഹമധ്യ സൂത്രത്തിൽ നമ്മൾ കൃത്യമായിട്ടൊരു സെന്റർ ഭാഗത്ത് നമ്മൾ ഒരു ഒറ്റപ്പാളി ജനലെങ്കിലും വെക്കണം. ആ ജനലിന്റെ മുകളിലൂടെയോ താഴത്തോടെയോ നിങ്ങൾ സ്റ്റെയർകേസ് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ സെന്ററിൽ ജനല് വെക്കാതെ അതിന്റെ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് തടസ്സമായിട്ട് വന്നുകൊണ്ടോ അത് ശരിയായില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ ഈ ബ്രഹ്മസൂത്രത്തിൽ തന്നെ പ്രധാന വാതിൽ വെക്കണമെന്ന് നിയമമുണ്ടോ? ഇവിടെ ജനലായാലും പോരെ? ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്ലോട്ടിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് കിഴക്ക് പടിഞ്ഞാറ് പോകുന്നതാണ് ബ്രഹ്മസൂത്രം. ആ പ്ലോട്ടിനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിനെ ചെയ്യുന്നതാണ് യമസൂത്രം. ഗൃഹമധ്യ സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീടിനെ സെന്റർ കൂടെ പോകുന്നതാണ് ഗൃഹമധ്യ സൂത്രം. ഗൃഹമധ്യ സൂത്രവും ബ്രഹ്മസൂത്രവും ഒന്നല്ല, രണ്ടാണ്. ഓക്കെ, ഇനി ചോദിച്ചു. അത് തന്നെ, ഈ ബ്രഹ്മസൂത്രന് നേരെ തന്നെ പ്രധാന വാതിൽ വെക്കണമെന്ന് നിയമമുണ്ടോ? അതാണ് ബ്രഹ്മസൂത്രം. നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പ്ലോട്ട് അനുസരിച്ച് കണ്ടുപിടിക്കാം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വേറെ ആരെങ്കിലും ചോദിച്ചു ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധാരണ വരുത്തുന്നത്. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞ സാധനം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് പ്ലോട്ടിന്റെ സെന്റർ കൂടെ പോവാണ്. നിങ്ങൾ ചോദിച്ചത് ഗൃഹമധ്യ സൂത്രം എന്ന് പറഞ്ഞ സാധനമാണ് ചോദിച്ചത്. അതെ, ഗൃഹമധ്യ സൂത്രം. ആ ഗൃഹമധ്യ സൂത്രത്തിന് നേരെ തന്നെ മെയിൻ ഡോർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഗൃഹമധ്യ സൂത്രത്തിന് തടസ്സമായിട്ട് കൊടുക്കണം. ഗൃഹമധ്യ സൂത്രം കൃത്യമായിട്ട് ഒഴിവ് കൊടുക്കണം. വായു കയറി ഇറങ്ങിപ്പോണം. പക്ഷെ വാതിലുകളോ ജനലുകളോ കിളിവാതിലുകളോ നേർക്കുനേർ കൊടുക്കുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. അവിടെ ഒരു കാരണവശാലും മെയിൻ ഡോർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കൊടുത്തു കഴിഞ്ഞാൽ നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ. അടുത്തത് സുബിൻ വേണുഗോപാൽ സാറാണ്. ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാറേ, ഈ നമ്മുടെ ഡയറക്ഷൻസ് നമ്മൾ തീരുമാനിക്കുന്നത് സുബിൻ വേണുഗോപാൽ സാർ, കോമ്പസിന്റെ ഡയറക്ഷൻസ് സാർ വോയിസ് ബ്രേക്ക് ആയി. സാർ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. അതെ, പറഞ്ഞോളൂ. ക്ലിയർ ആണോ വോയിസ്? ഇപ്പോ നമ്മൾ ഈ ഓരോ ഡയറക്ഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, കിഴക്ക് പടിഞ്ഞാറ്. അപ്പം ഈ ഡയറക്ഷൻ നമ്മൾ തീരുമാനിക്കുന്നത് കോമ്പസിന്റെ ഡയറക്ഷൻസ് ആണോ അതോ നമ്മൾ സണ്ണിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡയറക്ഷൻസ് ആണോ തീരുമാനിക്കണേ? അതായത് നമ്മുടെ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നുള്ളത് നമ്മൾ സൂര്യനെ എന്തിന് നമ്മൾ രണ്ടെണ്ണം മാഗ്നറ്റിക് ഉണ്ട്, ട്രൂ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ കോമ്പസ് എടുത്തിട്ട് കൃത്യമായിട്ട് GPS ഓൺ ചെയ്ത് ഡേറ്റ ഓൺ ചെയ്തിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ പ്ലോട്ടിൽ കാണുന്ന മാഗ്നറ്റിക് കോമ്പസ് എടുത്താൽ മതി, അതിന് കുഴപ്പമില്ല. ഓക്കെ. അപ്പം ഇപ്പൊ രണ്ട് രീതിക്കാണെങ്കിൽ അപ്പൊ നമുക്ക് ഏത് ചൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ? മാഗ്നറ്റിക് ട്രൂ തമ്മിൽ ആകെ 1-2 ഡിഗ്രിയുടെ വ്യത്യാസമുള്ളൂ, അതിനുള്ള വ്യത്യാസമില്ല. ഓ, ശരി. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ. അടുത്തത് ഉബൈദ് PK സാറാണ്. സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാർ, ഈ ഫൗണ്ടേഷന് നമ്മൾ എത്ര കല്ല് ഉയർത്തണം എന്നുള്ളതിനെ കുറിച്ച് ചില ആളുകൾ സ്റ്റെപ്പിന്റെ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 5. അപ്പൊ അതിൽ വല്ല വാസ്തുവുമായി ബന്ധപ്പെട്ട് എൻ്റെത് ഇപ്പോൾ 2 വരിയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് കുറച്ചൊരു താഴ്ച തോന്നുന്നു. അപ്പൊ 1 വരിയും കൂടി വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിന്റെ എണ്ണത്തിലോ ഡിഫറൻറ്റ് വരുമെന്ന് എഞ്ചിനീയർ പറയുന്നു. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ? ഞാൻ നേരത്തെ ഒരു സ്റ്റെയർകേസിന്റെ കാര്യം പറയായിരുന്നു, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ലാഭം നഷ്ടം ലാഭം എന്നുള്ള കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. നമ്മൾ സ്റ്റെപ്പിലേക്ക് കയറാൻ നേരത്ത് ഫസ്റ്റ് നമ്മൾ വലത്തേക്കാൽ വെച്ച് കയറുക, ലാസ്റ്റ് നമ്മൾ വലത്തേക്കാൽ വെച്ച് ലാൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് ആയാത്ത രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് സ്റ്റെപ്പിൽ കയറി പോകാൻ പറ്റുള്ളൂ.
അതിന് വേണ്ടിയിട്ടാണ് ലാഭം നഷ്ടം ലാഭം എന്ന് പറയുന്നത്. ആ ലാഭം നഷ്ടം ലാഭവും നമ്മുടെ വീടുമായിട്ടോ ഇതുമായിട്ടോ ഒരു ബന്ധവും ഇല്ല. അപ്പൊ നിങ്ങളിപ്പം 2 സ്റ്റെപ്പ് അതിന് വരെ 3 സ്റ്റെപ്പ് കൊടുത്തു, അത് 4ാമത്താണ് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ബലമില്ലാത്ത കാലിലാണ് നിങ്ങൾ ലാസ്റ്റ് ലാൻഡ് ചെയ്യണത്. അല്ലെങ്കിൽ വീട് വെക്കാൻ കയറുന്ന ആൾക്കാർ ബലമില്ലാത്ത കാലിലായിരിക്കും ലാസ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ അവര് താഴെ പോകാത്ത രീതിയിലുള്ള കാര്യങ്ങളോട് നിങ്ങൾ കൈപ്പിടി എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ സ്റ്റെപ്പ് വെച്ചു എന്ന് ഓർത്ത് അല്ലെങ്കിൽ ഇതായെന്ന് ഓർത്ത് അത് നിങ്ങളുടെ ജീവിതമായിട്ട് അതിനൊരു ബന്ധമില്ല. ക്ലിയർ ആയോ? അതുപോലെ നമ്മള് ചുറ്റളവ് പരിഗണിക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് തറയോട് കൂട്ടിയെടുക്കുന്ന ഭാഗം മാത്രമേ അതിൽ പരിഗണിക്കപ്പെടൂ, അല്ലാതെ ജസ്റ്റ് നമ്മൾ ഷീറ്റ് ഇടുന്ന ഭാഗമൊക്കെ ചുറ്റളവിലേക്ക് പരിഗണിക്കപ്പെടണോ? പെടും. ആദ്യമേ സ്ഥായി എന്ന് പറഞ്ഞ ഒരേ തറയോടുകൂടി ഒരേ വാർപ്പോടുകൂടി ചെയ്യുന്ന ആ ഒരു അളവ് കൃത്യമാക്കണം. അത് കഴിയുമ്പോൾ വർക്ക് ഏരിയ അല്ലെങ്കിൽ പോർച്ച് അതുപോലെ തള്ളുൾപ്പെടെയുള്ള ആള് കൃത്യമാക്കണം. അത് കഴിഞ്ഞ് തള്ളിന്റെ തള്ളായിട്ടുള്ള രീതിയിലേക്ക് ഇതേപോലെ ഷീറ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ സർ. അടുത്തത് വാഗ്മി ചന്ദ്രൻ ആണ്. വാഗ്മി ചന്ദ്രൻ മാം. ഹലോ ക്ലിയർ അല്ല. അതാണ് ഇത്തിരി പ്രശ്നം. അതായത് ഈ സ്റ്റെയർ കേസില് പടികളുടെ എണ്ണം ഈവൻ നമ്പർ ആയിട്ടും കയറുന്നത് ഒറ്റയായിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞില്ലയോ സാറിന്? കേൾക്കാമോ? പറഞ്ഞോ. പടികൾ സ്റ്റെയർ കേസിൽ പടികളുടെ എണ്ണം ഇരട്ടയായിട്ടും കയറുന്ന കയറ്റം ഒറ്റയായിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വേറൊന്നുമല്ല, നമ്മള് ആ കയറ്റം ഒറ്റയെന്ന് വെച്ചാല് നമ്മള് വലത്തേക്കാലെ കയറി ലാസ്റ്റ് വലത്തേക്കാലെ ലാൻഡ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ് കയറ്റം ഉദ്ദേശിച്ചത്. നമ്മൾ ഏത് കാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കാല് ലാസ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറ്റം എന്ന് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാം. അപ്പൊ പടികളുടെ എണ്ണം ഇരട്ടി ആയി കഴിഞ്ഞാൽ മാത്രമേ കയറ്റം ഒറ്റ ആകത്തുള്ളൂ. അതിപ്പോ നമ്മൾ ഈ സിറ്റ് ഔട്ടിന്റെ പടി നോക്കുമ്പോൾ 2 പടിയാണെങ്കിൽ 3ാമത് നമ്മൾ ആ സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിലോട്ടല്ലയോ കയറുന്നത്, അത് ഓക്കെ ആണോ? ഓക്കെ ആണ്. താങ്ക് യു സാർ, അത്രയും ഉണ്ടായിരുന്നു. ഓക്കെ സർ. ഓക്കെ മാം. അടുത്തത് ശ്രീകുമാർ ഭാസ്കരൻ സാറാണ്. സാറിന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ശ്രീകുമാർ ഭാസ്കരൻ സാർ. ശ്രീകുമാർ ഭാസ്കരൻ സാർ ലൈനിൽ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ജോയിലാൽ സാർ. ഹലോ. ഞാൻ വേറെ കാര്യം ചോദിക്കേണ്ടായിരുന്നത്, നമ്മുടെ റെക്ടാങ്കിൾ, അതായത് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ്, സൗത്ത് ഈസ്റ്റിലാണ്. അപ്പൊ ഇതിൽ ഈ വെസ്റ്റ് സൈഡിലായിട്ട് ഇൻസൈഡിലേക്ക് ഒരു ചെറിയ കട്ടിങ് ഉണ്ട്, അവിടെ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഡയമെൻഷൻ 408/296 എന്ന് പറഞ്ഞിട്ടൊരു വാസ്തുവിന്റെ ഒരാൾ കണ്ടിട്ട് പറഞ്ഞു ഈ 296നെ 324 ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലത്തെ ലോഫ്റ്റ് കട്ട് ചെയ്ത് കളയണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ മാത്രം നമ്മൾ അങ്ങനെ ചേഞ്ച് വരുത്തിയാൽ വാസ്തു കറക്ഷൻ ആവുമോ? വാസ്തുവിന്റെ അളവെന്ന് പറഞ്ഞാൽ ഒരേ തറയോടുകൂടി ഒരേ വാർപ്പോടുകൂടി അതിന് ബലം താങ്ങുന്ന ഭിത്തിയുടെ അളവ് ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. ഭിത്തിയുടെ അളവ് വരുന്ന രീതിയിലേക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യാന്നുള്ള മാത്രമാണ് അതിന്റെ. അപ്പോഴും ടോപ്പിൽ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ തറയുന്ന ചെയ്യണ്ടേ? പാർട്ടീഷൻ പോലെ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് സെപ്പറേറ്റ് ചെയ്താൽ ഒരു സ്റ്റോർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമല്ലേ? മോളിൽ നിന്ന് കൂടെ വരുമ്പോഴത്തേക്കല്ലേ അത് ഭിത്തിയായി വരത്തുള്ളൂ. അതെ. അപ്പം സീലിംഗ് മുതൽ താഴെ വരെ ചെയ്യണമല്ലോ അല്ലെ? അങ്ങനെയല്ലേ? അത് അന്നേ മാത്രമേ അത് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് വരത്തുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ലോഫ്റ്റ് എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പാർട്ടിഷൻ ചെയ്യുമ്പോൾ ടോപ്പ് ടു ബോട്ടം ചെയ്യണം. അപ്പൊ മാത്രമേ അത് വാസ്തു എന്ന് പറഞ്ഞത് എല്ലാ പണിയും കഴിയുമ്പോൾ നമ്മൾ പോയി അളക്കുമ്പോൾ ഉള്ള കാണുന്ന അളവാണ്. അപ്പൊ അളക്കാൻ നേരത്തെ ഈ രീതിയിൽ വേണം കിട്ടാനായിട്ട്. നമ്മൾ കിച്ചൺ ചെയ്യുമ്പോൾ സ്ലാബിന്റെ ടോപ്പില് നമ്മൾ ടൈൽ ഒട്ടിക്കുമല്ലോ, ആ ടൈലിന്റെ വിട്ട് എടുക്കണ്ട അല്ലേ? ഭിത്തി മാത്രം എടുത്താൽ മതി. ഭിത്തിയുടെ ലോഡ് താങ്ങുന്ന പോലെ ടൈലിന്റെ ഭിത്തി വരുവാണെങ്കിൽ ഫുൾ ലെങ്ത് ടൈല് തറ മുതൽ മോൾഭാഗം വരെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് കൂടെ എടുക്കും. ഓക്കെ ശരി, ഓക്കെ, താങ്ക് യു. സാറേ നമസ്കാരം. ഹലോ സാർ, കേൾക്കാം? പറഞ്ഞോളൂ. സാറേ, അതായത് റോഡിലേക്ക് നമ്മൾ
റോട്ടിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു പ്ലോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് അവിടെ ഒരു വീട് വെക്കുമ്പോൾ അത് വിധിക്കായിട്ടാണ് ആ പ്ലോട്ടിലേക്ക് ഒരു എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുള്ളൂ. അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് എന്തെങ്കിലും വാസ്തുപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, വിധിക്കിലേക്ക് നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല. ഒന്നില്ല മഹാദിക്കുകൾക്കനുസരിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റുള്ളൂ. വിധിക്ക് വരുന്ന പ്ലോട്ടുകൾ എടുത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ലത് അല്ലേ? ഹലോ, മഹാദിക്ക് തന്നെ ചെയ്യാം. മഹാദിക്കിന് അതൊരു 15 ഡിഗ്രി വരെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ആ 15 ഡിഗ്രികളിൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ സംഗീത മാം, നമ്മുടെ സെഷൻ എൻഡ് ചെയ്യാൻ പോവാണ്. സോ ഓക്കെ സാർ, നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. ഏകദേശം എല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കാരണം ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അവസരം ഉണ്ടാവുന്നതല്ല, കാരണം നമ്മൾ സമയം തീരാറായിട്ടുണ്ട്. അപ്പം ചോദിച്ച എല്ലാവർക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. ബാക്കി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ കോളോ അഡ്വൈസേഴ്സ് കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവരോട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റാത്തതിന് വിഷമിക്കേണ്ട. സോ താങ്ക് യു സാർ, താങ്ക് യു ശരവണൻ സാർ. ഇന്ന് നമ്മുടെ വളരെ എൻലൈറ്റനിങ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സാർ. ഒത്തിരി വാസ്തു റിലേറ്റഡ് കുറെ ഇൻഫർമേഷൻസ് ഇന്ന് നമ്മുടെ പാർട്ടിസിപ്പൻസിന് ഷെയർ ചെയ്തു. അവരുടെ ക്വസ്റ്റ്യൻസിനെല്ലാം വളരെ പേഷ്യന്റ് ആയിട്ട് സാർ ഉത്തരം നൽകി. താങ്ക് യു സോ മച്ച് സാർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. പാർട്ടിസിപ്പൻസിന് ഇന്നത്തെ സെഷൻ വളരെ ഉപകാരപ്പെട്ടെന്ന് കരുതുകയാണ്. മാത്രമല്ല നമ്മുടെ ചാറ്റ് ബോക്സിൽ കോളോ ആപ്പിന്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ബോത്ത് ആൻഡ്രോയിഡിലും പ്ലേ സ്റ്റോറിലും, ആൻഡ്രോയിഡിലും ആപ്പ് സ്റ്റോറിലും. അപ്പൊ നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങൾ ഈ സെഷൻ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് റേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് അഗെയിൻ ശരവണൻ സാർ. ഇനിയും സാറിന്റെ സെഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഒരുപാട് നന്ദി. ഗുഡ് നൈറ്റ് സാർ.